ഞാൻ ഒരു കാര്യം കൂടി ഓർക്കുന്നു. ഞാൻ 2024 ജനുവരി 23 ബഹുമാനപ്പെട്ട PG വർഗീസ് അങ്കിൾ എൻ്റെ വീട്ടിൽ വന്നു. ഡൽഹിയിലെ സുവിശേഷകൻ. കുറേ നേരം സംസാരിച്ചു. പിരിയാൻ നേരം ഞാൻ പറഞ്ഞു, അങ്കിൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താ? ഇന്നാണ് ആദരണനായ ഒറീസയിലെ സുവിശേഷകൻ ഗ്രഹാം സ്റ്റെയിൻസും 2 പിഞ്ചോമനകളും അഗ്നിക്കിരയായി മരിച്ചത്. ആ ദിവസമാണ് ഞങ്ങൾ അറിയാതെ വീട്ടിൽ കൂട്ടിയത്. കുറേ നേരം പ്രാർത്ഥിച്ചു. ഒറീസയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഒരു വാർത്ത അറിയാമോ? മറ്റേ അദ്ദേഹത്തെ കൊന്ന ആളിനെ പുറത്തു വിട്ട കാര്യമൊന്നുമല്ല. എനിക്കതിൽ വിയോജിപ്പൊന്നുമില്ല. എല്ലാവരും പുറത്തു വരട്ടെ, നമുക്കെന്ത് നഷ്ടം? ഒരാൾക്കും ശിക്ഷിക്കപ്പെടരുതെന്ന ഞങ്ങളെ തല്ലിൻ്റെ പേരിൽ നിങ്ങൾ ജയിലിൽ കിടക്കരുതെന്ന നമ്മുടെ ആഗ്രഹം. നിനക്കൊരു ദോഷവും വരുത്തരുത്, ഞങ്ങളിവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഒളിച്ചു പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഉണ്ട്. നമ്മൾ സുവിശേഷം പറയുന്നു, ഞങ്ങളെ ദൈവമാക്കുന്ന അത്ര അളവിൽ ഇവിടെയുണ്ട്. മാധ്യമങ്ങളെയൊക്കെ കണ്ടു അദ്ദേഹത്തെ പുറത്തു വിട്ടത് അനീതിയായി. അതൊക്കെ ഭരണകൂടം ചെയ്യട്ടെ, വിരോധമൊന്നുമില്ല. നമുക്ക് ആരോടാ പക? ആരോടും പകയില്ല. അതാ സുവിശേഷം. ഏവരെയും ഇത് സ്നേഹിക്കുന്നു. ആ മനുഷ്യനും ദൈവം നല്ല നല്ല അനുഭവങ്ങൾ കൊടുക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പോഴേ മറ്റൊരു കാര്യം കൂടി പറയാം. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും കൊന്നൊടുക്കിയ നാട്ടിലൂടെ നിങ്ങൾ ഇന്ന് ഈ ബൈബിളുമായിട്ടൊന്ന് നീങ്ങണം. എന്താ സ്ഥിതി എന്നറിയോ? പാതിരി സാബ് അയ്യേ ദൈവദാസനെ വന്നാലും അവരനുഭവം കൊണ്ട് പഠിച്ചു. 2 പിഞ്ചോമനകളുടെ നിർദോഷ രക്തം ഹാബീലിൻ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന നസ്രായന് പിടികിട്ടി. ആ രക്തത്തിന്റെ ഉടമയ്ക്ക് ബോധ്യം വന്നു. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമനകളുടെ ശരീരം കീറിമുറിച്ചും തീക്കുള്ളിൽ കരിച്ചും കത്തിച്ചു ചാമ്പലാക്കിയ ആ ശവശരീരം ആ മണ്ണിലമർന്നപ്പോൾ രക്തസാക്ഷികളുടെ രക്തം, സുവിശേഷത്തിന്റെ വിത്ത, അത് വളവൃഷ്ടമായി കിളിർക്കും. ആ വൻവൃക്ഷത്തെ തകർക്കാൻ ഒരു മഹാമാരിക്കും കഴിയില്ല. അതിശക്തമായി അഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റിനും കഴിയാത്ത വിധത്തിൽ അചഞ്ചലമാണ് ആ നാമമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് കാണാം. അതിവേഗം യേശുവിൻ്റെ അനുഗാമികളുടെ കൂട്ടം ആ സ്റ്റേറ്റിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൽ ആര് ഞങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടാലും കേസ് കൊണ്ട് പ്രതിരോധിക്കുന്ന രീതിയൊന്നും ഞങ്ങൾക്കില്ല. സ്റ്റാൻ സ്വാമി എന്നറിയപ്പെടുന്ന ഒരു കർത്തൃദാസൻ ഉണ്ടായിരുന്നു, ഒരു കത്തോലിക്ക പുരോഹിതൻ. അദ്ദേഹം വളരെ പരിതപ്രജ്ഞനായ അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു അറസ്റ്റ് വരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൽ ചാർത്തിയ കുറ്റം മാവോയിസ്റ്റ് ആണെന്നാണ്. സ്തോത്രം. മാവോയിസ്റ്റുകളെ സഹായിക്കുന്നു എന്നൊക്കെ കുറ്റം ചുമത്തി വിചാരണ കൂടാതെ തടവറയ്ക്കകത്തിട്ടു. ദീർഘനാളിലെ വിചാരണയ്ക്കും ആ തടവിനും ശേഷം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗം പിടിച്ചു. ശരീരം വിറക്കിയ അദ്ദേഹത്തിന് കൊണ്ടുവെക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാൻ വയ്യ, ചായ കുടിക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ. ഇതാണ് അവസ്ഥ. ദാഹം കൊണ്ട് വരിഞ്ഞ് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ഈ വെള്ളമൊക്കെ കുടിക്കും. ഒരിക്കൽ വന്ന ജയിൽ വാർഡിനോട് പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ കിട്ടണം. ആ സ്ട്രോ പോലും അനുവദിച്ചു കൊടുക്കാതെ തൊണ്ട വരണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ജയിലിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ഇങ്ങനെ 1ഉം 2ഉം പേരല്ല, 1600-ൽ പരം ആളുകൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ മതപരിവർത്തന കുറ്റം ചുമത്തി കിടക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, വരാനിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ കഴിയുന്ന ചില അനുഭവങ്ങളാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനം എന്താ? അവൻ നമ്മോട് വചനം വിശദീകരിച്ചു കൊണ്ടിരുന്നപ്പോഴേ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ആ വിശദീകർ എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരം സുവിശേഷകൻ വർഷങ്ങൾക്കപ്പുറത്ത് അങ്ങ് ഇടുങ്ങിയിലെത്തി. മാടത്തി എന്നറിയപ്പെടുന്ന ഒരു ദലിത് സ്ത്രീ, അവരുടെ കുടുംബം യേശുവിനെ സ്വീകരിച്ചു. അടിമത്തം കൊടുകൊണ്ടി വാഴുന്ന കാലം. പണിയെടുക്കണം, കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ആ പണിക്കിടയിലും താനും ഭർത്താവും മക്കളുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പോകും. മരത്തണലിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കും. വയലിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വരുന്ന ഇവർക്ക് കൂലിയായിട്ട് കിട്ടുന്നത് ഒരുപിടി നെല്ല. ആ നെല്ല് വറുത്ത് കുത്തി കഞ്ഞി വെച്ച് അതിലേക്ക് മുറ്റത്ത് വളരുന്ന ഈ കാന്താരി എന്നൊക്കെ പറയുന്ന തരത്തിൽ ചെടിയുണ്ടല്ലോ, മുളക്,
അത് ഉപ്പ് ചേർത്ത് ഞെരടി ഉപദേശിക്കും, കൊടുക്കും, അവരും കഴിക്കും. ഒരു ദിവസം യജമാനൻ നോക്കുമ്പോൾ ഇവർ പണിക്ക് വരുന്നില്ല, 1-2 ദിവസമായിട്ട്. ആളയച്ചു, ഇവിടെ വാ. ആരോ പറഞ്ഞു, തമ്പുരാനെ അവർ വലിയ പാട്ടും കൊട്ടും കുരവയൊക്കെ, അതിൻ്റെ ഇടയ്ക്ക് ജോലിയൊക്കെ ചെയ്യാൻ മറന്നു. വിളിച്ചുകൊണ്ട് വന്നു. അവളെ വിളിച്ചു. നീ കൊട്ടും പാട്ടും കുരവയൊക്കെ ആണെന്ന് കേട്ടു, ഇവിടെ ജോലിയുള്ളവരും അറിയില്ലേ? അവൾ പറഞ്ഞു, യജമാനനെ ഞാൻ യോഗത്തിനും പാട്ടിനും പോയതുകൊണ്ടല്ല യജമാനനെ. അവൾ പൂർണ്ണ ഗർഭവതിയാണ്, ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുക. ഈ കാര്യമൊക്കെ പറഞ്ഞു. യജമാനൻ പറയാ, അപ്പം നിനക്ക് പള്ളിയിൽ പോകാൻ ഇതൊരു തടസ്സമല്ലല്ലേ? കൊട്ടാനും പാടാനും ഒരു തടസ്സമല്ല. മൈലുകൾ താണ്ടി മല കയറി പാട്ട് പാടാൻ പോകുന്ന, പ്രാർത്ഥിക്കാൻ പോകുന്ന നിനക്കതൊരു തടസ്സമല്ലല്ലേ? ജോലിക്ക് വരാനാണ് തടസ്സമല്ലേ? വിളിച്ചു, വയലിലിറക്കി, അവിടെ തോളിലേക്ക് മുഖം വെച്ചു കൊടുത്തു. അപ്പുറത്തൊരു പോത്താണ്. ഭർത്താവ് ആങ്ങളെയും നോക്കി നിൽക്കേ ഒരുത്തിനെ കൊണ്ട് ആ പോത്തിനെ തല്ലിച്ചു. മുമ്പോട്ട് നീങ്ങാനുള്ള പ്രചോദനം കിട്ടിയ പോത്ത് ഓടിത്തുടങ്ങി. അപ്പുറത്ത് പൂർണ്ണ ഗർഭവതിയായൊരു സ്ത്രീയാന്നോർക്കണം. അതിനൊപ്പം ഓടാൻ മുട്ടോളം വെള്ളത്തിൽ ഓടി നീങ്ങാൻ കഴിയാതെ അവൾ വേച്ചും വിറച്ചും പണിയെടുത്തു തുടങ്ങുമ്പോൾ ഇത് കണ്ട് ആങ്ങളയും ഭർത്താവും അപ്പുറത്ത് നിൽക്കുക. മിണ്ടാൻ അവകാശമില്ല. കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്പരപ്പിക്കുന്ന, ആരെയും ഹൃദയം അലിയിക്കുന്നൊരു കാഴ്ചയാണ് സംഭവിക്കുന്നത്. മാടത്തി എന്ന പാവം യുവതി പ്രസവിച്ചു. ആ ചെളിവെള്ളത്തിലേക്ക് ചോരക്കുഞ്ഞ് താഴെ വീണ് അവിടെ കിടന്ന് 1-2 തവണ ചാടി കൈകാലിട്ടടിച്ച് ആ ചെളിക്കുണ്ടിൽ താഴ്ന്നമർന്നു. സ്വന്തം കുഞ്ഞിന് മുലയൂട്ടാൻ പോലും കഴിയാതെ, അതിനെ തിരിഞ്ഞെന്നെടുക്കാൻ കഴിയാതെ മാടത്തിയും ആ ചെളിക്കുണ്ടിൽ താണുപൊങ്ങി. ആ മൃതശരീരം ഒന്ന് പുറത്തെടുത്ത് അടക്കാൻ പോലും കഴിയാതെ ചെളിപുരണ്ട അനുഭവത്തിൽ അവൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി. ഇങ്ങനൊക്കെ ഞങ്ങൾ വില കൊടുത്തു വാങ്ങിയതാ ഈ പവിത്രമായ വിശ്വാസം. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച ഈ അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിവരെ നിൽക്കാൻ കഴിയുന്ന ഒരു പുതുതലമുറയുടെ ആവിർഭാവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടിയാ ഈ യോഗം, അതിനുവേണ്ടിയാ പ്രാർത്ഥന, അതിനുവേണ്ടിയാ പാട്ട്. മറ്റൊന്നും അതിന് തക്കതായിട്ടില്ല. ഇങ്ങനെ ജനലക്ഷങ്ങൾ ഈ മാർഗത്തിൽ അണിനിരന്നതേ മറ്റൊന്നിൻ്റെയും പിൻബലത്തിലല്ല. ഇരിക്കാൻ പ്രായമായ ശേഷമാ അവർ വന്ന് കാണുന്നല്ല, അന്ന് രാത്രി വന്നില്ല. വചനം അങ്ങനെയാ. എന്താണ് കാരണം? അങ്ങനെ പറയാൻ കാരണം, അവർ ശിശു ഇരിക്കുന്ന ഇടത്ത് വന്ന് അവനെ കണ്ടു. മനസ്സിലായില്ലേ? ഇരിക്കുന്ന ഇടത്ത്. ഇരിക്കൊക്കെ പരിശോധിക്കുക, എങ്ങനെ കിടക്കുന്നത്. ശിശുവിനെ വെറുതെ കണ്ടെന്നല്ല, ശിശു ഇരിക്കുന്ന ഇടത്ത്, ഇരിക്കാൻ പ്രായമായി കുട്ടി. ശിശുവിനെ കാണുക മാത്രമല്ല, എങ്ങനെ കണ്ടേ? അമ്മയായ മറിയോടുകൂടെ കണ്ടു. അപ്പോൾ അമ്മയായ മറിയോടുകൂടെ വിദ്വാജനങ്ങളൊക്കെ യേശുവിനെ കണ്ടതിൽ നിങ്ങൾക്ക് പിണക്കമുണ്ടോ? യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് പിണക്കമുള്ളവർ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ചില തെറ്റിദ്ധരിച്ച് അങ്ങനെ നമ്മളെപ്പറ്റി പറയുന്നത്. നമുക്ക് യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് പിണക്കണ്ട. വിശുദ്ധ മറിയെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും വേണ്ട. മാതാവെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. തെളിവ് വേണോ ബൈബിളിൽ? പൗലോസ് ഒരിക്കൽ വിളിക്കുക, കർത്താവിൽ പ്രസിദ്ധനായ രൂപോസ്, എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവിൻ. അപ്പം വിശുദ്ധന്മാരുടെ മാതൃഗണങ്ങളല്ല നമുക്ക് അമ്മമാരാ അല്ലേ? അയ്യോ, നിങ്ങളങ്ങനല്ലേ കാണുന്നേ? അങ്ങനെ കാണണം. പൗലോസിൻ്റെ അമ്മയും അന്ത്രയോസിൻ്റെ അമ്മയും യോഹന്നാൻ്റെ അമ്മയും യേശുവിൻ്റെ അമ്മയും ഒക്കെ നമുക്ക് അമ്മയാണ്. ശരിയല്ലേ? ഇനി വേറൊന്ന്, ഈ അമ്മയെ കണ്ടാൽ ആദരവ് വേണ്ടേ? വേണം. വിശുദ്ധ മറിയത്തെ എന്നെങ്കിലും കണ്ടാൽ ആദരിക്കണമെന്ന്. വാക്ക് തെറ്റിപ്പോകല്. ആരാധിക്കണം എന്ന് ഉപദേശി പറഞ്ഞിട്ടില്ല. ആദരിക്കണം. ആദരവ് വേറെ, ആരാധന വേറെ. അതെന്താ? നീ വന്ന കക്ഷികൾ കാട്ടിത്തന്നു. അവിടെ എഴുതിയിരിക്കുക, മത്തായിയുടെ സുവിശേഷം 2:10. കുഞ്ഞെ വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. അതെന്താണെന്ന് അറിയണ്ടേ? അമ്മയായ മറിയത്തോടു കൂടെ യേശുവിനെ കണ്ടു, അവനെ വന്ദിച്ചു. അവരെ എന്നല്ല, അവനെ വന്ദിച്ചു. ഇതാ ഞങ്ങളുടെ വ്യത്യാസം.
നമുക്ക് മറിയത്തോട് ബഹുമാനം, ഒരു എതിർപ്പുമില്ല. പക്ഷെ വന്ദിക്കുന്നതേ, ആരാധിക്കുന്നതേ ആരാധനയ്ക്ക് യോഗ്യനായവനെ മാത്രം. ഹല്ലേലൂയ. ഞങ്ങളൊരു ഡിബേറ്റിൽ ഒരു ചങ്ങാതി പറഞ്ഞു, യേശു എന്ന സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവപുത്രനെ ഉൾക്കൊണ്ട ഉദരമാണോ മറിയത്തിൻ്റെ? ഞാൻ പറഞ്ഞു അതെ. ഇപ്പം സർവശക്തനെ, സർവജ്ഞാനിയെ, സർവവ്യാപിയെ ഒക്കെ ഉൾക്കൊണ്ട ഉദരത്തിൻ്റെ ഉടമയ്ക്കും ഈ കഴിവൊക്കെ വേണ്ടേ? അതൊരു നല്ല ലോജിക്കായതുകൊണ്ട് ഞാൻ മൂളി, വേണ്ടേ? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ യേശുവിനെ ഉൾക്കൊണ്ട യേശുവിൻ്റെ അമ്മയായ മറിയത്തിനും ഈ യോഗ്യതകളൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 100% ലോജിക്കാം. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ അമ്മയെ ഉൾക്കൊണ്ടൊരമ്മയില്ലേ, മറിയത്തിൻ്റെ അമ്മ, അവർക്കും വേണ്ടേ? കേട്ട പാർട്ടി പറയാ, അഹങ്കാരം പറയാനല്ല നിങ്ങളോട് പറഞ്ഞു. ഇതെങ്ങനെ അഹങ്കാരമാകും? നീ അത് വിട്, ആ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടേ? അങ്ങനെ പോയി അമ്മച്ചിമാരുടെ ഒരു പരമ്പര ആരാധിച്ച് മനുഷ്യൻ്റെ നടലൊടിയല്ലേ. തീർന്നില്ല, പിന്നെ ഉണ്ട് അടുത്തൊരു കാര്യം. ഈ സർവജ്ഞാനിയായിരുന്നു മറിയുമെങ്കിൽ ദൂതൻ വന്ന് വണങ്ങിയിട്ട് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. രണ്ടുപേരും വന്ദനമൊക്കെ പറഞ്ഞു. ദൂതൻ പറയാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അത്യുന്നതൻ നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇത്രയും പറയുമ്പോൾ ഈ സർവജ്ഞാനി, സർവശക്ത ദൈവത്തിൻ്റെ മാതാവെന്നൊക്കെ വിളിക്കുന്ന ആളാണെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു ദൂതൻ്റെ അടുത്ത്, എടാ കുഞ്ഞെ എന്നോട് ഇത് വല്ലതും പറയണോ? ഇതൊക്കെ എനിക്കറിയാം, ഇത് നീ പോയി യോസഫിനോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞാൽ മതി, ഇങ്ങനൊരു സംഭവം, കുഞ്ഞു പോകട്ടെ. പ്രോട്ടോക്കോൾ വെച്ച് ദൂതൻ താഴെയല്ലേ അല്ലേ? ഇതൊന്നും കാണുന്നില്ല. വചനം വെച്ചാൽ ഞങ്ങളെല്ലാം പറയുന്നത്, അല്ലാതെ വിരോധം ഉണ്ടായിട്ടല്ല, ഒരു വിരോധവും ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞങ്ങളിത്രേ പറയുന്നുള്ളൂ, നമുക്കാർക്കും വിശുദ്ധ മറിയത്തോട് യാതൊരു അകലവും ഇല്ലെന്ന് മാത്രമല്ല, അതിയായ സ്നേഹം. വിശുദ്ധ മറിയത്തെ ഉൾക്കൊള്ളാത്തവർക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. ഔസേപ്പിനെ ഉൾക്കൊള്ളാത്തവർക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. അത് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പറയാൻ വന്ന മറ്റൊരു കാര്യമാണ്. ഇതൊക്കെ ആണെങ്കിലും ഈ നാട്ടുകാർ യേശു ജനിച്ചപ്പോഴൊക്കെ വന്ന് കണ്ടു. ആ ഓർമ്മയിൽ നമ്മൾ ഇന്നും യേശുവിനെ ഉണ്ണീശോ ആയി കാണുന്ന മനുഷ്യരാണ്. ഉണ്ണീശോ, യേശു കുഞ്ഞ്, ഇങ്ങനെയൊക്കെയാണ്. അതിനൊരു കാരണമുണ്ട്, ഞാൻ വിശദീകരിച്ചിരുമ്പോൾ മനസ്സിലാവും. നമ്മുടെ യേശുവിൻ്റെ ശുദ്ധീകരണം ആവശ്യമില്ലാത്തവനാ. പക്ഷെ നാട്ടുനടപ്പനുസരിച്ച് അവരൊരു ആചാരം പോലെ ആലയത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടുപേര്, ഒന്ന് അന്നാന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ദൈവദാസി, ഒരു പ്രവാചകൻ, മറ്റൊരാൾ ജരാനര ബാധിച്ച തേജോരൂപിയായ ഒരു ദൈവദാസൻ, പേര് ശിമയോൻ. ശിമയോൻ ഈ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി. ഈ കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് വാങ്ങിയിട്ട് മറ്റുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ഈ ആളുകളിങ്ങനെ ലാളിക്കുമല്ലോ. പുരുഷന്മാരത് അത്ര കണ്ടില്ല, കാരണം നമ്മൾ ലാളിച്ചാൽ കൊച്ചു മൈൻഡ് ചെയ്യല്ല, ശരിയല്ലേ? നമ്മളൊന്ന് ലാളിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് നമ്മളെ അംഗൻവാടി പഠിപ്പിക്കാൻ എടുക്കാത്ത. പിടികിട്ടിയോ? നമ്മൾ ലാളിച്ചാൽ ഏൽക്കുകയല്ല, അതുകൊണ്ടാണ്. പക്ഷേ ഈ ലാളിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്നൊരു പണി ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ച് കുഞ്ഞേന്നൊക്കെ വിളിച്ചിട്ടൊരു തല്ലും തല്ലിട്ട് വിളിക്കുക, കള്ളൻ. ഇങ്ങനെ ആ ഡയലോഗ് തുടങ്ങുന്നു. ആ തുടക്കമാണെന്ന് ആദ്യം വിളിക്കുന്നത് എങ്ങനെയാണ്? അവരാദ്യം കാണുക ഈ കുഞ്ഞിനെ. തുടക്കം എങ്ങനെയാ? കള്ളൻ. അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ പറയും. ആട്ടെ, ശിമയോൻ ഇങ്ങനെ എന്തെങ്കിലും ആയിരുന്നു പറയണ്ടേ? ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്തിട്ടെ, കുഞ്ഞാവേ അങ്കിളിനൊന്ന് നോക്കിക്കോ, കുഞ്ഞാവേ ശ്രദ്ധിച്ചേ. ആ കവിളിലൊക്കെ ഒന്ന് പിടിച്ച് പറഞ്ഞില്ല. ജരാനര ബാധിച്ച വയോവൃദ്ധൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ആ മുഖത്തേക്ക് നോക്കിയൊരു കാഴ്ച കണ്ടു. ജാതികളുടെ മഹത്വത്തിനായി തിരുവെഴുത്ത് മുൻനിയമിച്ച നിന്റെ രക്ഷ അത് കണ്ടറിഞ്ഞ എനിക്ക്
നിന്നെ മുഖാമുഖം കാണാൻ ഒരു ഭാഗ്യം തന്നല്ലോ നാഥാ. ഈ വിളി വിളിക്കാൻ കേൾപ്പുള്ളവന്റെ മാർഗമാ സുവിശേഷത്തിന്റെ മാർഗം. ഹല്ലേലൂയ. ഈ ജ്ഞാനി വിളിക്കുക, എൻ്റെ ദൈവമേ നാഥാ. ശിമയോൻ നാഥാ എന്ന് വിളിച്ച ക്രിസ്തു എങ്ങനെയാണോ ഉണ്ണീശോ ആകുന്നേ? കഷ്ടം. ഏത് വകുപ്പില ഇയാൾ വളർത്തിയ പോലെയാ. ഇതൊക്കെ വിട്, ഈ പേക്കൂത്തൊക്കെ കളയി. ഉണ്ണീശോ അല്ലത്, നാഥൻ. ഇവനെൻ്റെ രക്ഷകൻ, ഇവനെൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവനെൻ്റെ രക്ഷ. ആ തിരിച്ചറിവുള്ള, ആ ബോധ്യമുള്ള, ആ അനുഭവമുള്ള ശിമയോനെ പോലെ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ ഏത് പ്രായത്തിലും ഏത് അനുഭവത്തിലും അവനെ വന്ദിക്കാൻ സാധിക്കണം. പാലസ്തീൻ, ഇസ്രയേൽ എന്നൊക്കെ വിളിക്കുന്ന ആ ശ്രദ്ധാർഹമായ ഭൂപ്രദേശത്തിൻ്റെ അങ്ങ് ചാവുകടലിൻ്റെ പരിസരത്തുള്ള ഒരു പ്രദേശത്ത്, കൃത്യമായി പറഞ്ഞാൽ ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ധാരാളം ഗുഹകൾ ഉള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ ഗുഹകൾ നിറഞ്ഞ സ്ഥലത്തെ വിളിച്ച പേര് കുമ്രാൻ എന്നായിരുന്നു. കുമ്രാൻ്റെ മുഴുവൻ പേര് കിർബത്ത് കുമ്രാൻ, വാടി കുമ്രാൻ എന്നൊക്കെയായിരുന്നു. യോർദാൻ നദി ഹെർമോന്യ മലയുടെ മുകളിൽ നിന്നൊഴുകി ആദ്യം ഗലീലക്കടലായി രൂപപ്പെടുകയും ആ നീരൊഴുക്ക് യോർദാനായി തുടർന്ന് ചാവുകടലിൽ പതിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പടിഞ്ഞാറേ തീരം വളരെ പ്രസക്തമായിരുന്നു. ബൈബിളിൻ്റെ മറ്റു ചില ഭാഗങ്ങൾ ഈ രണ്ട് അതിരുകൾക്ക് ഒരു പേര് പറയുമായിരുന്നു. ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെയുള്ള സ്ഥലം ബന്നനായ എസെക്കിയേലിൻ്റെ പ്രവചനത്തിൻ്റെ 47 മുതലുള്ള വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആത്മപകർച്ചയെപ്പറ്റി പ്രവാചകൻ പറയുന്ന ഇടത്ത് അതിൻ്റെ തീരത്ത് ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ മീൻപിടിക്കാർ വലവീശും. 1000 മുഴം അളക്കുന്നതും മുട്ടോളമല്ല ഒടുവിൽ നീന്തിയിട്ടല്ലാത്ത മഹാപ്രവാഹം വരുന്നതുമായ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഗുഹകൾ നിറഞ്ഞിരിക്കുന്ന പ്രദേശത്ത് വിളിക്കുന്ന പേരാണ് കുമ്രാൻ. 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യലബ്ധി ഉണ്ടാകുന്ന വർഷം. ഈ ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് കൂടി ഒരാട്ടിടയ ബാലൻ ആടുകളെ മേച്ചു വരികയാണ്. ഒരു ബെഡൂവിയൻ, പ്രാകൃത കാട്ടറബി എന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ പേര് മുഹമ്മദ് അൽ ദിബ് എന്നായിരുന്നു. മുഹമ്മദ് അൽ ദിബ് ആടുകളെ മേച്ച് വരും വഴിക്ക് അയാളുടെ ഒരാടിനെ നഷ്ടപ്പെട്ടു. ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്തുള്ള കുമ്രാൻ ഗുഹകളിൽ ഏതിലെങ്കിലും ഒന്നിൽ ആട് ഉണ്ടാകാം എന്ന ചിന്തയിൽ അദ്ദേഹം ഒരു കല്ലെടുത്ത് ഈ ഒരു ഗുഹയിലേക്ക് എറിഞ്ഞു. തിരികെ പുറത്തേക്ക് കേട്ട ശബ്ദം ഒരു മണിനാഥമായിരുന്നു. ഒരു കൽഭരണിയിൽ, ഒരു കളിമൺ ഭരണിയിൽ ഈ കല്ലു തട്ടി പുറത്തേക്ക് വരുന്ന മണിനാഥം കേട്ട് അമ്പരന്നുപോയ ആട്ടിടയൻ ഇതിനകത്ത് കടന്നു. അദ്ദേഹം കണ്ടത് ഏതാണ്ട് 6 മുതൽ 8 അടി വരെ പൊക്കം, ഒരു മനുഷ്യനേക്കാൾ പൊക്കമുള്ള ഒരു കളിമൺ ഭരണി. കുറേ കളിമൺ ഭരണികളുണ്ട്. ആ കളിമൺ ഭരണിയിലാണ് തൻ്റെ കല്ല് ചെന്ന് കൊണ്ടത്. അമ്പരപ്പും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞ മനസ്സോടെ അയാൾ ആ കളിമൺ ഭരണിയുടെ മൂടി വത്തപ്പെട്ടു മാറ്റി. അയാൾ കണ്ടത് അതിനുള്ളിൽ ചുരുട്ടി വച്ചിരിക്കുന്ന മൃഗങ്ങളുടെ തോലിൽ എന്തൊക്കെയോ എഴുതി കുറിച്ചു വച്ച ചില ഭാഗങ്ങളായിരുന്നു.
ആ മൃഗത്തോല് കാലത്തെ അതിജീവിച്ച് തണുപ്പുള്ള ആ സ്ഥലത്ത് മറ്റ് കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ ആ തോലെടുത്ത് കൊണ്ടുവന്ന് സിറിയയിലെ ഒരു വ്യാപാരിക്ക് വിറ്റു. ആ തുകൽ വ്യാപാരി ആ തുകൽ ഭാഗങ്ങൾ വെട്ടി ബാഗ് തുന്നുവാൻ ശ്രമിക്കുന്ന വേളയിൽ അവിചാരിതമായി അവിടേക്ക് ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദിക സെമിനാരിയുടെ ഡയറക്ടറും ആർച്ച് ബിഷപ്പുമൊക്കെ ആയിരുന്നു. സർ ജോഷുവ സാമുവൽ എന്നറിയപ്പെട്ട ആ മഹാനുഭവൻ ഈ തുകൽ ചുരുൾ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഇതെന്താണ്, ഇതെവിടെ നിന്ന് കിട്ടി? ഇത്യാദി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ തുകൽ ചുരുൾ എനിക്ക് തരുമോ? വില തരാം. ചോദിച്ച വില കൊടുത്ത് ആ ചുരുൾ വാങ്ങി. കിട്ടിയ സ്ഥലം അന്വേഷിച്ച് ചെന്നു. ഏതാണ്ട് 11-ലധികം ഗുഹകളിൽ ഇത്തരം നിരവധി ചുരുളുകളിരിക്കുന്നു. പിന്നെ നടന്നത് വിപ്ലവാത്മകമായ ചില പഠന റിസൾട്ടുകളായിരുന്നു. എന്തായിരുന്നു മുഹമ്മദ് അൽ ദിബ്ബിന് ലഭിച്ച ആ ചുരുൾ എന്നറിയണ്ടേ? അത് ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതിയായിരുന്നു. യെശയ്യാവ് നേരിട്ടെഴുതിയതല്ല. അക്കാലത്ത് പ്രിന്റിങ്ങോ ഇന്നു കാണുന്ന സംവിധാനങ്ങളോ ഇല്ലാത്ത ഘട്ടത്തിൽ പകർത്തി എഴുതി ഗ്രന്ഥത്തിൻ്റെ പതിപ്പെടുക്കുന്ന രീതിയാണുള്ളത്. ആ പകർപ്പെഴുതുവാൻ ലൈസൻസുള്ള ആളുകളെ വിളിച്ച പേരാണ് ശാസ്ത്രി. ഒരു ശാസ്ത്രി 17-ൽ പരം നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു പകർപ്പെഴുതുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് എഴുതുന്ന പ്രതലം അല്ലെങ്കിൽ പേപ്പർ ഷീറ്റ്. പേപ്പറല്ല, പകരം ആ ഷീറ്റ്. അത് പ്രത്യേകം ശുദ്ധികർമ്മങ്ങളോടെ വളർത്തുന്ന ആടിൻ്റെ തോലിൽ മാത്രമേ ഇത് എഴുതാവൂ. അതിൻ്റെ പ്രായം പോലും നിശ്ചയിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ കാളയുടെ തോലാണെങ്കിലും പ്രത്യേക നിലയിൽ ഇതിനു വേണ്ടി വളർത്തുന്ന ആചാരമര്യാദകനുസരിച്ച് വളർത്തുന്ന മൃഗത്തിൻ്റെ തോലിൽ എഴുതുവാനുള്ള നിയമങ്ങളും അനവധിയാണ്. കറുത്ത നിറമുള്ള മഷി എഴുത്തുകാരൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പടരാത്ത നിലയിൽ അത് സംയോജിപ്പിച്ചു വേണം എഴുതുവാൻ. എഴുതുന്ന വേളയിൽ ആ തുകൽ ചുരുളിൻ്റെ ഒരു വരിയിൽ 13 അക്ഷരങ്ങളിലും താഴേക്ക് 30 അക്ഷരങ്ങളിലും എണ്ണം പെരുകുവാൻ പാടില്ല. വെട്ടിത്തിരുത്താനോ ഒരക്ഷരത്തിൻ്റെ മീതെ കനപ്പിച്ചെഴുതുവാനോ അവകാശമില്ല. മറ്റൊന്ന്, ഇങ്ങനെ എഴുതുന്ന വേളയിൽ ദൈവത്തിൻ്റെ പേരെഴുതുമ്പോൾ ആ എഴുതിയ പേന കൊണ്ട് മറ്റൊന്നും എഴുതരുത്. ആ എഴുതിയ തൂലിക ഒടിച്ചു കളയണം. പിന്നെയും നിബന്ധനകളുണ്ട്. അതിലൊന്നാണ്, ആ എഴുതുന്ന ഇടത്തേക്ക് രാജാവ് കയറി വന്നാൽ പോലും എഴുത്തുകാരൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയോ അഭിവാദ്യം പറയുകയോ അഭിവാദ്യം സ്വീകരിക്കുകയോ ചെയ്തുകൂടാ. അത്ര ഭയഭക്തി ബഹുമാന ആദരവോടെയാണ് ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി എഴുതേണ്ടത്. മറ്റൊന്ന്, ഈ കയ്യെഴുത്ത് പ്രതികളിൽ ഏതെങ്കിലും ഒന്ന് ഈ നിയമം ലംഘിച്ചു പോയാൽ 2 വരകളിട്ട് ക്രോസ് ചെയ്ത് അത് അസാധുവാണ് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് സിനഗോഗിൻ്റെ പിന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗനീസ എന്നറിയപ്പെടുന്ന ഒരു അലമാരയുണ്ട്. അതിൽ നിക്ഷേപിച്ച് കൊള്ളണം. അലമാര നിറഞ്ഞു കഴിയുമ്പോൾ ഇവ ഓരോന്നും പുറത്തെടുത്ത് ശവം സംസ്കരിക്കുന്ന രീതിയിൽ ആഴത്തിൽ കുഴിയെടുത്ത് മൂടുകയോ അല്ലെങ്കിൽ കത്തിച്ചു ചാമ്പലാക്കി ചാമ്പലിൽ പോലും അക്ഷരം തെളിയാതെ സംസ്കരിച്ച് നശിപ്പിക്കുകയും വേണം. ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി സൂക്ഷിക്കുക. ഇതെഴുതാൻ അധികാരമുള്ള ആളുകളെയാണ് ശാസ്ത്രി എന്ന് വിളിക്കുക. ഇത്തരം ശാസ്ത്രിമാർ രചിച്ച ഈ ഗ്രന്ഥച്ചുരുളുകളുടെ എണ്ണം പരിശോധിച്ചു വരുമ്പോൾ ബൈബിളിലെ പഴയ നിയമത്തിലെ എസ്തേറിൻ്റെ പുസ്തകം ഒഴികെയുള്ള 38 പുസ്തകങ്ങളും ചാവുകടലിൻ്റെ പടിഞ്ഞാറെ തീരത്തുനിന്ന് കിട്ടി.
അതാണ് ആധുനിക ബൈബിൾ പണ്ഡിതന്മാർ ഈ ചുരുളുകളെ വിളിക്കുന്ന പേര് ചാവ് കടൽ ചുരുളുകൾ, കുമ്രാൻ ചുരുളുകൾ എന്നൊക്കെ വിളിക്കുമായിരുന്നു. വേറെയും ചില ഗ്രന്ഥങ്ങൾ അവർക്ക് ലഭിച്ചു. ആ ഗ്രന്ഥം എന്തെന്നറിയണ്ടേ? പ്രാർത്ഥന പുസ്തകങ്ങളാണ്, പാട്ടുപുസ്തകങ്ങളാണ്. പാട്ടുപാടുന്ന ആളുകളുടെ അനുഭവങ്ങളുടെ വിശദീകരണമാണ്. പ്രാർത്ഥനാ ബുക്കുകളുണ്ട്. ഇത് കൂടാതെ അവർ പ്രതീക്ഷിച്ചു കാത്തിരുന്നു ഒരു മശിഹ വരും. ആ മശിഹയുടെ ആഗമനത്തെയും രാജാതിരാജാവായി സ്ഥാനമേൽക്കുന്നതിനെയും മാനവരാശിയെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ചും ഇത്തരം ഗ്രന്ഥച്ചുരുളുകളിലുണ്ടായിരുന്നു. പക്ഷേ ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരുടെ അമ്പരപ്പിച്ച കാര്യം അതല്ല. ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ആളുകൾ വസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇത്തരം ദുർഘടങ്ങളായ ഗുഹകളും കാട്ടുമൃഗങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ പരിസരത്ത് ആരാണിങ്ങനെ വന്ന് താമസിച്ചത്? വളരെ ദൂരത്തുള്ള ഈ സ്ഥലത്ത്, അല്ലെങ്കിൽ പട്ടണത്തിൽ നിന്ന്, ജനനിബിഡമായ ഇടത്ത് നിന്ന് വളരെ അകലെയുള്ള ഈ സ്ഥലത്ത് ഇവരെങ്ങനെയാണ് ജീവിച്ചത്? അവരുടെ ജീവിതവും അനുബന്ധ കാര്യങ്ങളും പഠനവിധേയമാക്കിയപ്പോൾ വളരെ രസാവഹമായ ചില പുത്തൻ തെളിവുകൾ കൂടി പുറത്തു വന്നു. അതെന്തെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇവിടെ ഒരുപറ്റം മനുഷ്യർ ജീവിച്ചിരുന്നു എന്നും അവര് പൊതുജനങ്ങളുമായി സമ്പർക്കമില്ലാതെ, നാട്ടുകാരിലെ പരിഷ്കൃതരായ ആളുകളോട് ഇടപഴകാതെ, നാട്ടുകാരിലെ പരിഷ്കൃതരായ ആളുകൾ കൊടുക്കുന്ന വഴിപാടുകൾ വാങ്ങാതെ, ആഹാരപദാർത്ഥങ്ങൾ വാങ്ങാതെ, അവർ കൊടുക്കുന്ന വസ്ത്രം വാങ്ങി ധരിക്കാതെ, ഒരിടപാടും പൊതുജനങ്ങളുമായി നടത്താതെ തങ്ങളുടെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ഈ കാടിനുള്ളിൽ നിരന്തരം പ്രാർത്ഥിച്ച് ഈ ഗുഹാതീരത്ത്, അതിൻ്റെ ഉള്ളിലും ചാവുകടലിൻ്റെ തീരത്തും ഒക്കെയായി പ്രാർത്ഥനാ നിർഭരമായി കഴിച്ചുകുട്ടിയ ഒരുപറ്റം മനുഷ്യരുണ്ടായിരുന്നെന്നും അവർ ശരീരശുദ്ധിക്ക് അധികമായ പ്രാധാന്യം കൊടുത്തു എന്നും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരുടെ വാസഗേഹത്തിൻ്റെ വളരെ അകലെയായി മലിനജനം ഒഴുകിപ്പോയി അടിഞ്ഞുകൂടി കിടന്ന് സംസ്കരിക്കപ്പെടുവാൻ അന്നുണ്ടാക്കിയ പ്രാകൃതമായ ഓടകൾ, അങ്ങനെയൊക്കെയുള്ള നാഗരികതയുടെ അല്പാൽപമായ തെളിവുകൾ കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരാകും ഇവിടെ വന്ന് താമസിച്ചത് എന്ന് ഈ പണ്ഡിതന്മാരെ കുഴക്കി. പക്ഷേ ബൈബിൾ വായിച്ചറിഞ്ഞ അതിൻ്റെ ഉള്ളടക്കങ്ങൾ പഠിച്ച ജോഷുവ സാമുവൽ എന്ന പണ്ഡിതന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിലൂടെ ഒരു വ്യക്തിത്വത്തിൻ്റെ രൂപഭാവങ്ങൾ മിന്നിത്തിളങ്ങി കടന്നുപോയി. ബൈബിളിലെ ആരാണ് കഥാപാത്രം എന്നറിയണ്ടേ? ധന്യനായ സ്നാപക യോഹന്നാൻ. നമുക്ക് സ്നാപക യോഹന്നാനെ അടുത്തൊന്ന് പരിശോധിച്ചാൽ ഒന്ന് രണ്ട് കാര്യം മനസ്സിലാകും. യേശു പോലും അങ്കി ധരിക്കുന്ന കാലം എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു എന്ന് തിരുവെഴുത്തു പറയുന്നു. യേശു പോലും ചെരുപ്പ് ധരിക്കുന്ന കാലം, കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന യോഹന്നാനെ കാണുമ്പോൾ നോക്കണം, അങ്ങനെ ഒരു ജീവിതചര്യ കൊണ്ട് മനുഷ്യർ സാംസ്കാരികമായി കുറെയൊക്കെ പുരോഗതി കൈവരിച്ച കാലത്ത് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൾവാറ്, വെട്ടുക്കിളിയും കാട്ടുതേരും കൊണ്ട് ഉപജീവനം കഴിച്ച ഒരു മനുഷ്യനെ ഓർമ്മ വന്നു. വീണ്ടും അദ്ദേഹം പഠിച്ചപ്പോൾ മനസ്സിലായി, യോർദാന്റെ തീരത്താണ് അദ്ദേഹം സമയം കൂടുതൽ ചിലവഴിക്കുക. അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം പറയുകയാണ്, അദ്ദേഹം വെട്ടുക്കിളി കഴിച്ചു, കാട്ടുതേൻ ഭക്ഷിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിച്ചിരുന്ന ഈ മനുഷ്യന്റെ കഥയും അവിടെ ഉത്ഖനനം നടത്തി പഠിച്ചപ്പോൾ കിട്ടിയ തെളിവുകളും വെച്ച് വസ്തുതകളെ സംയോജിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവരെ നമ്മുടെ ആരുടെയും ഭക്ഷണം കഴിക്കില്ല, നമ്മൾ കൊടുക്കുന്ന വസ്ത്രം ധരിക്കില്ല, നമ്മൾ കൊടുക്കുന്ന പണം കൈനീട്ടി വാങ്ങില്ല. ഇങ്ങനെ ഒരു വിശുദ്ധീബോധം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരുതരം അസ്പൃശ്യത എന്ന് പറഞ്ഞു തള്ളാൻ വരട്ടെ. നമ്മുടെ രാജ്യത്തും പണ്ട് ബ്രാഹ്മൺ സിംഗിനൊക്കെ ജീവിച്ചിരുന്നു. അവര് മറ്റുള്ളവരുടെ ആഹാരം കൈക്കൊള്ളാറില്ല. പൊതുനിരത്തുകളിൽ അവർക്ക് പോകാൻ പ്രത്യേകിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇത്തരത്തിൽ ജാതീയമായ മേൽക്കോയ്മയുടെ ഗുരുതിലകുത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലത്തെ അനുസ്മരിക്കും വിധമാണോ ഈ ചെയ്തതെന്ന് ചോദിച്ചാൽ കുറേ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ അശുദ്ധിയും അസ്പൃശ്യതയും സ്വീകരിച്ചവര് ഒന്ന് രണ്ട് കാര്യങ്ങളോടൊന്നും അശുദ്ധി പ്രകടിപ്പിച്ചില്ല. അതിലൊന്നും നാണയത്തുട്ടുകളോടായിരുന്നു, വഴിപാടുകളോടായിരുന്നു. ഏത് ദരിദ്രന്റെ ഭക്ഷണം അവർ നിരാകരിച്ചു, സത്യമാണ്. പക്ഷെ അയാൾ കൊടുത്ത പണം കൈക്കൊള്ളാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വിതച്ച നെല്ലും അയാൾ വിതച്ച വിത്തും ഫലം കൊടുക്കുമ്പോൾ അത് ശേഖരിച്ചു കൊണ്ടുപോകാനും കഴിക്കാനും നമ്മുടെ നാട്ടിലെ മാടമ്പിമാർക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. മാത്രമല്ല, അടിമത്തം കൊടികുത്തി വാഴുന്ന കാലത്തും സ്ത്രീകളെ സന്ധിക്കുന്നതിൽ, അവരോട് അടുത്തിഴപഴകുന്നതിൽ കാര്യമായിട്ടുള്ള അത്തരം അകലങ്ങൾ കാണുന്നില്ല. ഞാൻ ഇപ്പോഴും ശ്രീജിത്ത് IPS കൊടുത്ത ഒരു മറുപടി യൂട്യൂബിൽ കിടപ്പുണ്ട്. കുലമഹിമയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് എരിവോടെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില പ്രചാരവേലകളുണ്ട്.
ഞാനതിന് കൊടുത്ത മറുപടി നിങ്ങൾ ചിലരെങ്കിലും കണ്ടിരിക്കും. പി ഭാസ്കരൻ ഉണ്ണിയുടെ 20-ാം നൂറ്റാണ്ടിലെ കേരളം, 19-ാം നൂറ്റാണ്ടിലെ കേരളം, ഇങ്ങനെയൊക്കെയുള്ള ചില ഗ്രന്ഥങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടമാടിയ ഇത്തരത്തിലെ ചില വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഭാരതീയമായ ഏതെങ്കിലും ചിന്തകളിൽ മനുഷ്യൻ എന്നൊരാശയം ഏത് മതകൃതിയിലുണ്ട്? മനുഷ്യനെ മനുഷ്യനായി കാണണം, എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണ്, ദൈവത്തിന്റെ മുമ്പിൽ സമന്മാരാണ്. ഇപ്പറഞ്ഞ ബോധം ഇന്ത്യയിൽ രൂപപ്പെട്ട ഓരൊറ്റ ആധ്യാത്മിക കൃതിയിലുമില്ല എന്നത് എൻ്റെ പഠനവും അനുഭവവുമാണ്. അങ്ങനെയെങ്കിൽ അവർക്കും കുമ്രാൻ നിവാസികൾക്കും തുല്യമായ നിലവാരമാണ് ഉണ്ടായിരുന്നത്? ഞാൻ പറയുമല്ല. എന്താണ് കാരണം? അവർ ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് കാട് കയറാൻ കാരണമുണ്ട്. ഈ സ്നാപകൻ തന്നെ ആരാണെന്ന് പഠിക്കണം. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പുരോഹിതനാണ്. ആലയത്തിൽ ധൂപം കാട്ടാൻ അധികാരമുള്ള, കാർമ്മിക ശുശ്രൂഷകൾ ചെയ്യാൻ അധികാരമുള്ള പുരോഹിതന്മാർ ലേവി കുലത്തിൽപ്പെട്ടവരാണ്. അവർക്ക് സമൂഹത്തിൽ ഏറ്റവും ആദരവും മാന്യതയും കിട്ടും. എന്നാൽ അദ്ദേഹം യോഹന്നാനെ പോലെ ഉള്ളവർ ഒരു കാഴ്ച കണ്ടു. പുരോഹിതന്മാർ നിയമവിരുദ്ധമായി ജീവിക്കുന്നു. വിശുദ്ധിയുടെയും ജീവിത സന്തോഷത്തിന്റെയും നിയമവാബലികളുടെ വഴികളിലൂടെ സഞ്ചരിക്കാതെ തെറ്റായ നിലവാരത്തിലേക്ക് പോകുന്ന ഈ ലോകത്ത് ഞങ്ങൾ ജീവിച്ചാൽ ഒരിക്കലും എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ട് അദ്ദേഹത്തിന് വച്ചു നീട്ടിയ പള്ളിയുടെയും പൗരോഹിത്യത്തിന്റെയും വഴികോട് വിട പറഞ്ഞുകൊണ്ട് സ്നാപകൻ ഇങ്ങനെ ധ്യാനനിമഗ്നനായി അകത്ത് കടന്നിട്ട് ഒരു രാജാവ് നീതിയോടെ വാഴണം എന്നിങ്ങനെ കാത്തിരുന്നു. നിങ്ങൾ സ്നാപകനെ നോക്കുക, തേജോരൂപിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുഖം വളരെ ചൈതന്യവത്താണ്. കാരണം അദ്ദേഹം നമ്മളോട് ഇടപഴകുന്നില്ല. പ്രാർത്ഥനയാണ് ജീവിതത്തിൽ അധിക സമയം, ദൈവത്തോടാണ് അധിക സമയവും സമ്പർക്കം. കാരണം ഇതേ സക്കറിയ പുരോഹിതന് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ദൈവം കൊടുത്ത യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. അതുകൊണ്ട് ചൈതന്യവത്തായ ഈ മനുഷ്യനെ നാട്ടുകാരൊക്കെ ബഹുമാനിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മയമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കാഠിന്യം നിറഞ്ഞതാണ്. ഒരു പ്രസംഗം ആരംഭിക്കുമ്പോൾ പറയേണ്ട ആചാര മര്യാദകൾ ഒന്നും കൂടാതെ സ്നാപകൻ പറയുകയാണ്, സർപ്പസന്തതികളെ. ഈ പദം കൊണ്ട് തന്റെ പ്രസംഗത്തിന് ആരംഭം കുറിക്കുമ്പോൾ പ്രകോപനകാരികളായ ആളുകൾക്ക് പോലും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. കാരണം സ്നാപകന്റെ വിശുദ്ധിക്ക്, അദ്ദേഹത്തിന്റെ ചൈതന്യത്തിന്, ആ മുഖകാന്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ കിടിലം കൊള്ളുന്ന കാഴ്ച. അങ്ങനെ ജനം ദുഃഖിതരായി അടുത്ത് വന്നിട്ട് തങ്ങളുടെ മക്കളെയൊക്കെ മുമ്പിലേക്ക് വെച്ചിട്ട് പറയും, ഓ സ്നാപകൻ, അങ്ങ് ഇവർക്കായി പ്രാർത്ഥിക്കണം. പ്രഭോ, ഗുരു, ഇവർക്കായി പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മിക ജീവിതത്തിൽ വഴിതെറ്റിപ്പോയി. പരിണിതഫലമായി ഞങ്ങൾക്ക് നാളെ മുതൽ തിരുത്തി ജീവിക്കാനുള്ള പ്രചോദനം കിട്ടേണ്ടതിന് വിശുദ്ധിയുടെ തെളിവായി, ശുദ്ധീകരണത്തിന്റെ തെളിവായി ഈ ജലാശയത്തിൽ ഞങ്ങളെ ഒന്ന് മുക്കിപ്പോക്കണം. അങ്ങനെ സ്നാപകൻ പറയും, ഇനിമേൽ ശരീരശുദ്ധിക്ക്, ജീവിതശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശീർവദിച്ച് മാനസാന്തര സ്നാനം ഈ യോർദാനിൽ തന്നെ നൽകുന്ന പതിവുണ്ടായിരുന്നു. ആളുകൾ അവനെ ബഹുമാനിച്ചു. ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ കാത്തുവന്നു. ധാരാളം അണികൾ ആ പ്രസംഗം കേൾക്കാൻ കാത്തു നിൽക്കവേ ഒരു ദിവസം യോഹന്നാൻ പ്രസ്താവിക്കുകയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് സുഹൃത്തേ, എൻ്റെ പിന്നാലെ ഒരുവൻ. ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ മശിഹയല്ല, ഞാൻ ആ പ്രവാചകനല്ല, ഞാൻ ഇരമ്യാവോ ഏലിയാവോ ഒന്നുമല്ല, മറിച്ച് യെശയ്യാ പ്രവാചകൻ എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. എനിക്ക് ഓഡിയൻസ് വേണമെന്നില്ല, എനിക്ക് പിന്തുണയ്ക്കാൻ ആളുകൾ വേണമെന്നില്ല. കാരണം എൻ്റെ ശബ്ദം ഏത് മരുഭൂമിയിലൂടെയും അചഞ്ചലമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കേൾപ്പവരെ ആവേശം കൊള്ളിക്കുക എന്നല്ല, യാതൊരു വിധത്തിലും നീരുറവയ്ക്ക് സ്ഥാനമില്ലാത്ത വരണ്ടുണങ്ങിയ മണ്ണിൽ എൻ്റെ പ്രവചനം മഴത്തുള്ളിയായി അതിങ്ങനെ പതിച്ചുകൊണ്ടിരിക്കും. ആർ കേൾക്കുന്നു, ആർ പ്രതികരിക്കുന്നു എന്നല്ല, ഒരു ദിവസം ഈ സ്ഥലത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട്, ഈ മണ്ഡരികൾക്കും രോമാഞ്ചം വരുത്തിക്കൊണ്ട് ഒരുവന്റെ പാവന പാദങ്ങൾ ഇതിലിങ്ങനെ ഞെരിഞ്ഞമർന്ന് എൻ്റെ പിന്നാലെ വരും. ഞാൻ അവന്റെ മുന്നോടിയാ, ഞാൻ അവനെക്കുറിച്ച് പ്രസംഗിക്കാനാ വന്നത്. അന്ന് എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ മുന്നോടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നസ്രായനായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചാരംഭിച്ച സുവിശേഷം 2000 ആണ്ടുകൾക്ക് ശേഷം ഞങ്ങളിതാ ഇന്ന് രാത്രി ഈ ദേശത്ത് ആവർത്തിക്കുമ്പോൾ അന്ന് ആരംഭിച്ച പ്രസംഗം ഇന്ന് രാത്രിയും തുടരുമ്പോൾ അഭംഗുരം തുടരുന്ന ഈ പ്രസംഗ പരമ്പരയുടെ ഇങ്ങേ തലക്കൽ നിന്നുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ, ഞങ്ങൾ ആസ്വദിച്ച, ഞങ്ങൾ അനുഭവിച്ച ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം. പാപികളെ രക്ഷിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ബന്ധിതർക്ക് മോചനം നൽകുന്ന
കൊണ്ടുവന്ന പാവത്തിന്റെ മാരക ശക്തികൾ കീഴടക്കിയ അടിമത്തത്തെ എന്നേക്കും റദ്ദു ചെയ്യുന്ന ആ മഹത്തര നാമത്തെ ഈ രാത്രി രക്ഷയ്ക്കായി ഞങ്ങൾ ഈ ഗ്രാമത്തോട് ആവർത്തിക്കുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ ദൈവത്തിന്റെ പുത്രൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ സർവശക്തനായി കടന്നു വന്നിട്ടുണ്ട്. അവൻ അഴിച്ചു കളയാൻ കഴിയാത്ത ഒരു ഊരാക്കുരുക്കുകളുമില്ല, അവന് തകർക്കാൻ കഴിയാത്ത ഒരു കോട്ടകളുമല്ല, അവൻ ഇടപെട്ട് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല, ഒരു വേദനയുമില്ല. ഇതാ സാക്ഷാൽ ആശ്വാസപ്രദനായവൻ നമ്മുടെ മധ്യത്തിൽ തലങ്ങും വിലങ്ങും ഉലാത്തുമ്പോൾ അവന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സൗമ്യ മനസ്സരായി കേട്ടിരിക്കെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. തങ്കലേകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന അവിടുത്തെ കണ്ണുകൾ ഇന്ന് ചിലരിലേക്ക് പതിഞ്ഞുകൊണ്ടിരിക്കുക. അതിവിടെ മാത്രമല്ല, ഈ ശബ്ദപരിധിയിൽ ആരൊക്കെ കേൾക്കുന്നോ, അല്ല ലൈവിലൂടെ ഓൺലൈനിലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഓർക്കണം, ഇത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മഹത്തരമായൊരു ദിവസമാ. കാരണം യേശു കർത്താവിനെ ഉയർത്താനാ ഞങ്ങൾ പാട്ടുപാടുന്നതേ, യേശുവിനെ ഉയർത്താനാ അധ്യക്ഷൻ ആമുഖ പ്രസംഗം നടത്തിയതേ, പ്രാർത്ഥിച്ചതേ, ആശീർവാദം പറയുന്നതേ. ഒറ്റ ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യം, അത് നസ്രായനായ യേശുവിനെ ഉയർത്തണം. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കുമെന്നരുളിയ നസ്രായനായ യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും തുടരുന്നു. ഈ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. നോക്കണം, സ്നാപകൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരും, അവൻ എല്ലിലും ബലവാൻ, കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷ. സ്നാപകൻ ഇത്ര വിശുദ്ധനെങ്കിൽ, സ്നാപകൻ ഇത്ര തേജോമയനെങ്കിൽ, സ്നാപകൻ വിശുദ്ധിയുടെ ഒരു മൂർധന്യ ഭാവമെങ്കിൽ, കൈക്കൂലി വാങ്ങിയോ പണം വാങ്ങിയോ വഴിപാട് പോലും വാങ്ങി ഏതെങ്കിലും തരത്തിൽ അനർഹമായ പണം വാങ്ങാതെ ജീവിത തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്തമായി പ്രാർത്ഥിക്കുന്ന ഒരുവനെങ്കിൽ, സ്നാപകൻ അവതരിപ്പിച്ച പിന്നാലെ വരുന്ന ബലവാൻ, ശക്തൻ, കുഞ്ഞു ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും യോഗ്യനല്ലാത്ത, താരതമ്യമില്ലാത്ത ക്രിസ്തു, ഇതിലും എത്ര വലിയവനെന്ന് പ്രതീക്ഷിച്ചിരിക്കേ എല്ലാവരെയും അമ്പരപ്പിച്ചു കൊണ്ടൊരാളെ മഹാഭാവിയായ സക്കായിയുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മഹാഭാവിയായ മത്തായിയുടെ തോളിൽ കൈയിട്ടു. നാട്ടിലാർക്കും വേണ്ടാത്ത പത്രോസിനെ കൂടെ കൂട്ടി. സമൂഹം പുച്ഛിച്ചു തള്ളിയ മഗ്ദലന മറിയെ കണ്ടിട്ട് പറഞ്ഞു, കുഞ്ഞു വന്നാട്ടെ. എല്ലാവരും അമ്പരന്ന് പോയി. ഇതെന്തൊരു ജീവിത! ഞങ്ങൾ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഓർത്തതേ കാട് കയറുന്നാണെന്നാ ഞങ്ങൾ ഓർത്തതേ. മറ്റു മനുഷ്യരെ കാണുമ്പോൾ ഞാനെന്തോ ശ്രേഷ്ഠനെന്ന് പറഞ്ഞ് മാറി മാറിപ്പോയി അവർക്ക് കൈ കൊടുക്കാതൊക്കെ അകലുന്നതാണെന്നാ ആളുകൾ ധരിച്ചപ്പോൾ, സക്കായി എന്ന മനുഷ്യൻ ചുങ്കം പിരിച്ചുണ്ടാക്കിയ അഴിമതിപ്പണത്തിൻ്റെ ആ വിലയെടുത്ത് വാങ്ങിയ മാവ് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി മടി കൂടാതെ ഭക്ഷിക്കുന്ന യേശു. വിശുദ്ധി പോലി കള്ളപ്പണം കൊണ്ട് ഗോപുരം തീർക്കുന്ന ചങ്കക്കാരൻ്റെ കൂടെ നടക്കുന്ന യേശു. തന്നല്ല ഇവർ വന്ന് വഴക്ക് പറയുന്ന പോലുമില്ല. മത്തായി, നീ ചുങ്കം പണി നിർത്തണം പറഞ്ഞില്ല. സക്കായി ഇത് നിർത്തണമെന്ന് പറഞ്ഞില്ല. മാന്യമായി ജീവിച്ചു വന്ന പത്രോസിനോട് പറയുക, നീ അത് നിർത്തണം, വലയും പടകും കളഞ്ഞു വരാൻ. കണ്ടോ, ബ്ലേഡുകാരനേക്കാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മത്തായിയോട്, ചുങ്കം വലിക്കുന്ന ആളിനോട് ഇതോട്ട് പറഞ്ഞില്ല. കണ്ടോ, നമ്മൾ ഉപദേശിമാരും യേശുവും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ പാപത്തെ സഹിക്കുകയാണോ യേശു? അല്ലല്ല. യേശുവിനെ ഇഹലോക ജീവിതത്തിൽ ചുരുക്കം ചിലരോട് നല്ല കട്ടിക്ക് വിമർശനം നടത്തിയിട്ടുണ്ട്. ഒന്നാ ശാസ്ത്രിമാരോടാണ്, മുമ്പേ പുസ്തകം എഴുതുന്ന കക്ഷികളോട് ഒരഹങ്കാരം. വേറൊരു കൂട്ടര് നമ്മൾ അറിയുന്നത് പോലെ പരീശന്മാരാണ്. ഇനി മറ്റൊരു കൂട്ടര് അധികാരവർഗമാണ്. ഹെരോദാവിനോട് പറഞ്ഞ കുറുക്കൻ. എന്തൊരു കട്ടിപ്രയോഗ! ഒറ്റ പാവപ്പെട്ടവനെ യേശു ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മത്തായിയോടും നമ്മുടെ സക്കായിയോടും ഒക്കെ എന്തൊരു സ്മൂത്തായിട്ടാണ് പറഞ്ഞത്. ഇനി മഗ്ദലന മറിയത്തോടാണ് കുറേ കൂടി അടുപ്പം. വേണ്ട, നമ്മുടെ ശമരിയ പെൺകുട്ടിയില്ലേ, അവളോട് പോലും എത്ര സ്നേഹത്തോടെ ആദരവോടെയാണ് ഇടപെടുന്നത്. എന്തിനാണത് പറയാം? എന്തിനാ അവരെക്കുറിച്ച് മാത്രം പറയുക? യേശു എന്നോട് ഇടപെട്ടതും
ഇങ്ങനൊക്കെ തന്നെയാണ്. നിങ്ങളോടെങ്ങനെയാണോ? നിങ്ങളോട് ഇങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പേരാ കൃപ. കൃപയില്ലെങ്കിൽ സജി പാസ്റ്റർ ഉണ്ടാവില്ല, കൊടിത്തോട്ടം പാസ്റ്റർ ഉണ്ടാവില്ല, ഈ ആർദത്ത് മണി സാർ ഉണ്ടാവില്ല, നമ്മളാരും ഉണ്ടാവില്ല. നിങ്ങളിൽ എന്നിൽ ഒരു സക്കായി ഉണ്ട്, ഒരു മത്തായി ഉണ്ട്. ആരും ഉൾക്കൊള്ളാത്ത 100 കുഴപ്പങ്ങളുടെ സങ്കലനമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ. സന്തോഷമില്ല നിങ്ങൾക്ക്? ആ സത്യം അങ്ങ് അംഗീകരിച്ച എവിടേക്കോ ഒരു മത്തായിയുടെ ലാഭക്കൊതി, എവിടേക്കോ ഒരു സക്കായുടെ ചതി, ഇതല്ലെങ്കിൽ എവിടേക്കോ ഒരു മഗ്ദലീനയുടെ അപാകത, എവിടേക്കോ ശമര്യാസ്ത്രീയുടെ കുറവ്. ഇതിൻ്റെ സങ്കലനമാണ് ഇത് കേൾക്കുന്ന ഞാനും നിങ്ങളും. ഇത്തരം മനുഷ്യരെ വീട്ടിൽ വേണ്ട, ഇത്തരം മനുഷ്യരെ നാട്ടിൽ വേണ്ട. യോഗം കൂടുന്ന ആളുകൾ അങ്ങോട്ട് നോക്കിയിരിക്കുക. ആ മോൾ അവിടെ പോയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഒരു സഹായവും അതിനാവശ്യമില്ല, അത് ചെയ്തോളൂ. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാട്ടെ, ശ്രദ്ധിച്ചിരുന്നാട്ടെ. കേൾക്കുന്നുണ്ടോ? ആ, ശ്രദ്ധിച്ചിരിക്കണം. ഈ സഹോദരിമാർ ഭയങ്കര അന്യഭാഷയും പാട്ടുമൊക്കെ ആ വചനം കൊണ്ട് ശ്രദ്ധിക്കില്ല. ഇവിടെ പുരുഷന്മാരൊന്നും വളരെ ഏകാഗ്രതയോടെ ഇരിക്കുക. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങണോ? ഞാനീ ഉറങ്ങുന്നു എന്ന് കരുതി ഹല്ലേലൂയ പറയിപ്പിക്കുന്ന ഒരാളല്ല. കാരണം ഉറങ്ങുന്നവൻ പറയേണ്ടതല്ലത്. അതുകൊണ്ടാണ് ഉറക്കം മാറാനുള്ള ടിപ്പും അല്ലത്, മൈക്ക് ചെക്ക് ചെയ്യാനുള്ള സൂത്രവാക്യവും അല്ലത്. പ്രൈസലോടും ഹല്ലേലൂയയും സ്തോത്രവും ഒക്കെ മൈക്ക് ചെക്ക് ചെയ്യാനുള്ള വേടല്ല. വാക്ക് അളന്നു തൂക്കി കുറിച്ച് പറയേണ്ടതാണ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അശ്രദ്ധയോടെ ഇരിക്കരുത്. ഇവിടേക്ക് ഏകാഗ്രത. അപ്പോൾ മത്തായി ഉണ്ട്, സക്കായി ഉണ്ട്. ഇവരൊക്കെ നമ്മളിലുണ്ടെന്ന് യേശു അവരുടെ കൂടെ ഭക്ഷിക്കുക. സക്കായിക്ക് വാസ്തവത്തിൽ യേശുവിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഒരാകാംക്ഷ, നമുക്കുള്ളതുപോലെ ഒരാകാംക്ഷ, ഒന്ന് കാണണം. കാണാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതൊരു മരത്തിൻ്റെ മുകളിലെ ഏകാന്തമായ അന്വേഷണമാണ്. ആ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ അയാൾ യേശു വരുമ്പോൾ ഇങ്ങനെ കാണാനിരിക്കവേ ആ മരത്തിൻ്റെ ചുവട്ടിൽ യേശു എന്നിട്ട് പറയുക, താഴെ വാ, ഇങ്ങോട്ട് ഇറങ്ങട്ടെ. താഴെ വന്നു. ഞാൻ വീട്ടിലേക്ക് വരിക. നിൻ്റെ വീട്ടിലായി ഇന്ന് ഭക്ഷണം. എത്ര ആളുകൾ കാത്തിരിക്കുന്നു യേശുവിന് ഭക്ഷണം കൊടുക്കാൻ. പക്ഷെ നിൻ്റെ വീട്ടിലാണ് ഭക്ഷണം. തിരുമേശയ്ക്ക് മുമ്പിൽ സക്കായിയുടെ ഭാര്യ വന്നു. യേശുവിനെ കണ്ടവൾ അമ്പരന്നു. ഞാൻ കൊടുക്കുന്ന ഈ അശുദ്ധ ഭക്ഷണം. സക്കായി ചില്ലറക്കാരനല്ല. അയാൾ നിമിത്തം നിരവധി പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കാരണം കണക്കിൽ കവിഞ്ഞ സ്വത്ത് സ്വരുക്കൂട്ടാൻ വേണ്ടി നികുതി പിരിച്ചു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണ് അയാൾ. യാതൊരു കാരുണ്യവും കൂടാതെ നിരവധി ആളുകളെ ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അയാളുടെ വീട്ടിലെ ഉപകരണങ്ങളില്ലേ, അതിലൊക്കെ ശാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒരളവുണ്ട്. അയാൾ കൊണ്ടു നടക്കുന്ന കുതിരയില്ലേ, ആ കുതിരവണ്ടിയില്ലേ, അതിൽ അനവധി മനുഷ്യരുടെ കണ്ണീരുണ്ട്. കണ്ണീരിൻ്റെ വേദനയുടെ പൊളിപ്പുള്ള ആ വീട്ടിലെ ആഹാരത്തിലുമുണ്ട് ഇത്തരം ശാപത്തിൻ്റെ ചില സാന്നിധ്യം. ഞാൻ എന്തിനാ പറഞ്ഞത്? നിങ്ങളൊരു സക്കായി ഉണ്ടെന്ന്, നിങ്ങളിൽ ഒരു മത്തായി ഉണ്ടെന്ന്. അനധികൃതമായ പാപഭംഗിലമായ ഇത്തരം ചിന്തയുടെ ഒരു പ്രേരണയാണ് മനുഷ്യൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നിമിത്തം സംഭവിച്ചു പോയ അനർത്ഥങ്ങളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടോ? നോക്കണേ. തൊട്ടു മുമ്പിൽ പോകുന്ന ഒരു വാഹനത്തോട് മത്സരിക്കാൻ അതിവേഗം നിങ്ങൾ വെട്ടിച്ച് കയറ്റി കുഴപ്പമില്ലാതെ ഇങ്ങ് വന്നു. പിന്നാലെ വന്നവൻ വാഹനമിടിച്ച് മരിച്ചു. നമുക്കൊന്നും പറ്റിയില്ല. നമ്മളാണ് ഉത്തരവാദി എന്ന് പോലും അറിയാതെ വീട്ടിൽ പോന്നു. നമ്മൾ നിമിത്തം ഒരു കുടുംബം അനാഥമായിട്ടുണ്ട്. നമ്മൾ നിമിത്തം ഒരു മേഖല മുഴുവൻ വല്ലാത്ത ദുഃഖത്തിലാണ്ടിട്ടുണ്ട്.
നമുക്ക് മുന്നമേ പോകുന്ന വണ്ടിക്കാരനുണ്ടല്ലോ, അയാൾ നമ്മുടെ ഭക്ഷണം വഹിച്ചു കൊണ്ടുപോകുന്ന ആളാ, അയാൾ നമുക്ക് പച്ചക്കറിയുമായി പോകുന്ന ആളാ. അസ്വസ്ഥത നിറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ ഇടപെട്ട രീതികൾ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിസരത്തേക്ക് ശ്രദ്ധിക്കുക. ഈ അഹങ്കാരം കാണിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകളെ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വേഗത്തിൽ വരിക, ഒരുത്തന് മുമ്പിൽ നിന്ന് മാറുന്നില്ല. ഇത്തരം ടീംസ് ഉണ്ട്. അതല്ല, സാന്ദർഭികമായിട്ട് വഴിമാറി കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരെ പെട്ടെന്ന് ഓടിപ്പോകുന്ന ഒരു രോഗിക്ക് മുമ്പിൽ വഴിമാറി കൊടുക്കാതെ വന്നപ്പോൾ ബ്ലഡ് കൊടുക്കേണ്ട ആളായിരിക്കും പോകുന്നത്. നിങ്ങൾ കാട്ടിയ ആ ഈഗോയില്ലേ, അത് നിമിത്തം രോഗി രക്തം കിട്ടാതെ മരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഓപ്പറേഷൻ ലേറ്റായിട്ടുണ്ട്. അതുമല്ലെങ്കിൽ അത്യാസന നിലയിലെ രോഗിക്ക് വഴിമാറി കൊടുക്കാത്തത് കൊണ്ടേ ദുരിതങ്ങളും അനർത്ഥങ്ങളും സംഭവിച്ചിട്ടുണ്ടേ. വേണ്ട, അതും വിട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി എത്ര മനുഷ്യരെ കൊന്നു? അല്ലെങ്കിൽ ആ ചിന്ത മനസ്സിലേക്ക് വന്നു. മറ്റൊരുവന്റെ വഴി എത്ര തവണ തടഞ്ഞു? എൻ്റെ ദൈവത്തിനേറെ ഇഷ്ടം അന്യമതത്തിൽപ്പെട്ടവന്റെ ചോരയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടി. ഇതാണ് പാപം, ഇതാണ് മ്ലേച്ഛത. അത് അന്തർലീനമായി കിടക്കുന്ന ഒരു വീട്ടിൽ യേശു വരുമ്പോൾ വീട്ടുകാരന് കുറ്റബോധം, അയാൾക്ക് വേദന. മുമ്പൊരിക്കലൊരു വീട്ടുകാരൻ പറഞ്ഞില്ലേ, നീ എൻ്റെ വീട്ടിൽ വരാ, എനിക്ക് യോഗ്യതയില്ല ക്രിസ്തോ. ഇതേ വിധത്തിൽ സക്കായി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്കറിയാം, ഇന്നും വാങ്ങി ശേഖരിച്ചു വെച്ചിരിക്കുന്ന ധാന്യമണികളെ അത് നികുതിപ്പണം വെട്ടിച്ചുണ്ടാക്കിയതാ. അനവധി വീടുകളിൽ കുഞ്ഞുങ്ങൾ വയർ നിറച്ചുണ്ണാനില്ലാതിരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഓഹരി വെട്ടിപ്പിടിച്ച സമൃദ്ധി കൊണ്ട് ഈ ഭവനം മുഴുവൻ നിറച്ചിരിക്കുന്നത്. അതിൽ യേശുവിന് കൊടുക്കുമ്പോൾ അവർക്കൊരു ദുഃഖം, ഒരു പിടി മാറ്റിവെക്കുമ്പോൾ ഒരു ദുഃഖം. പക്ഷേ യേശുവിന് എടുക്കുമ്പോൾ അവർക്കറിയാം, അയ്യോ ഇതൊരിക്കലും കൊടുക്കാൻ പാടില്ലാത്തതാ. ഞങ്ങൾ അശുദ്ധർ, അവൻ വിശുദ്ധൻ, അവൻ സത്യസന്ധൻ, അവൻ ശ്രേഷ്ഠൻ. ഞാനീ കൊടുക്കുന്നതൊക്കെ അവൻ കൈപ്പറ്റുമോ? അവൻ അന്തസ്സോടെ കൈപ്പറ്റി അപ്പം തിന്നുമ്പോൾ സക്കായുടെ ഉള്ളിലൂടെ ഒരു നീറ്റൽ, ഒരു വേദന. നാട്ടിൽ പലരും എൻ്റെ സൽക്കാരം കൈക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ ഇതാ സർവശക്തൻ്റെ പുത്രൻ എൻ്റെ വീട്ടിൽ വന്നിരുന്ന്, അയോഗ്യമായ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എനിക്ക് വേണ്ടി ചുരുങ്ങുന്നു, എനിക്ക് വേണ്ടി താഴേക്കിറങ്ങി വരുന്നു, എനിക്ക് വേണ്ടി സ്വയം ചുരുങ്ങുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. നാഥാ, അങ്ങൻ്റെ അരികിൽ വരുമ്പോൾ ഒരു നന്മയും എനിക്ക് തരാനില്ലല്ലോ. പാപം നിറഞ്ഞ അപ്പം, ചതിവ് നിറഞ്ഞ ചിന്തകൾ, ഇരുട്ട് നിറഞ്ഞ കവാടം, ഐശ്വര്യം നഷ്ടപ്പെട്ട വീട്. സക്കായി ഒന്നുറപ്പിച്ചു, ഇതെൻ്റെ അവസാന ഇടപെടലാകും, ഇതെൻ്റെ അവസാന അവസരമാകും. ഇന്ന് ഞാൻ തിരുത്തും. നീ എൻ്റെ കുറ്റം കണ്ടെന്നെ വിധിക്കാതെ എന്നോട് ചേർന്ന് പലരും നിരാകരിച്ച കൂട്ടായ്മയുടെ ഭാഗമായപ്പോൾ അറിയാത്തൊരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ വന്നു. ചതിവായി വാങ്ങിയതൊക്കെ 5 ഇരട്ടി തിരിച്ചു കൊടുക്കും. ഈ പ്രവൃത്തിയാ സുവിശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്തത്. മാനസാന്തരം. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാപിയെയും തള്ളിക്കളയല്ലെന്നേ, കുറവുള്ളവനെ നിരാകരിക്കുകയല്ലെന്നേ. ആ കുറവോടെ കുറ്റത്തോടെ ഇതിനകത്തേക്ക് വരുമ്പോൾ അവനൊരു തീരുമാനമെടുക്കും. ചതിവായി വാങ്ങിയതേ 5 ഇരട്ടി തിരിച്ചു കൊടുക്കും. ഇനിമേൽ നിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും ഇണങ്ങും വിധം ഞാൻ ജീവിക്കുമെന്ന സമർപ്പണത്തിൻ്റെ പേരാ കൃത്യ ജീവിതം. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഉപദേശമൊന്നും വേറെ പറയണ്ട. കാരണം എന്താ? അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. യേശു ഇനി ഒന്നും പറയണ്ട. യേശു കൂടെ നിൽക്കുമ്പോൾ അവർക്ക് താൻ ഇന്നലെ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള അറപ്പ് വന്നിട്ടേ, വേദന വന്നിട്ടേ തിരുത്തി 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 കൂടെ നടക്കുക. അതാ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സുഖം. മദ്യപിച്ച് മതോന്മത്തനായി സ്വയം തകർന്നവനില്ലേ, അവനെ നോക്കി പരിഹസിക്കുന്ന മാർഗമല്ലിതേ. അവനെ കണ്ടാൽ ആർക്കും താല്പര്യമില്ല. അവൻ വീട് മുഴുവൻ നശിപ്പിച്ചവന്, അവൻ നിമിത്തം കുട്ടി അനാഥമായി, കുടുംബം അനാഥമായി, ഉള്ളതൊക്കെ വിറ്റുപറക്കി കളഞ്ഞു. കണ്ടവരൊക്കെ പരിഹസിക്കുക. ആളുകൾക്കൊക്കെ അവനൊരു കോമാളിയാണവൻ. പക്ഷെ നിനക്ക് വില കൽപ്പിക്കുന്നവനാ യേശു, നിന്നെ സ്നേഹിക്കുന്നവനാ യേശു. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു കരാറുണ്ട്, ഒരു രഹസ്യ കരാർ അവനോട്. ഇനിമേൽ
ഞാൻ പഴയ ജീവിതത്തിലേക്കില്ല. ഒരു പുതു മനുഷ്യൻ ഇവിടെ പിറവി കൊള്ളും. ആ പ്രക്രിയയുടെ പേരാ വീണ്ടും ജനനം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച ഇനി അവൻ്റെ വളർച്ച. ഒരിക്കൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ദൈവദാസനെ, ഞാൻ കുടിച്ചു കോണം തെറ്റി ബോധം തെറ്റി നടന്ന ഒരാളാണ്. ഞാൻ വിടുവിക്കപ്പെട്ടു. എനിക്ക് വലിയ സന്തോഷമായി. അടുത്ത വാക്ക് കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖമായി. ഇനിയും ഞാൻ ആ പഴയ കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാനും പഴയ ബാറിൻ്റെ മുമ്പിലൂടെ ഒക്കെ വരുമ്പോൾ അറിയാതെ അങ്ങനെ പ്രേരണ വരാതിരിക്കാനും പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ എനിക്കതിന് നേരമൊന്നുമില്ല, നിന്നെ നോക്കിയിരിക്കാൻ. മനസ്സിലായോ? ഇവൻ രക്ഷിക്കപ്പെട്ടവനല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അവൻ അന്നേരം തോന്നിയ ഒരു ആവേശത്തിൽ കുടിയൊക്കെ നിർത്തി. പക്ഷെ ക്രിസ്തു ഉരുവായില്ല അവനിൽ. ക്രിസ്തു ഉരുവായവൻ എന്ത് ചെയ്യുന്നറിയോ? ആ പഴയ വഴി കൂടെ തന്നെ പോവും. ആ ബാറിൻ്റെ മുമ്പിൽ കൂടെ തന്നെ പോവും. പണ്ടത്തെ കൂട്ടുകാരനെ കണ്ടു പറയും, എടാ അതൊക്കെ വിട്ടു, ഇനിയും ബാറും എനിക്ക് ഫ്രീ ആയിട്ട് തന്നാലും ഇതിനകത്തേക്ക് കടക്കാനാവാത്ത വിധം ഞാൻ ശരീരത്തിൽ സ്വീകരിച്ചെടുത്തിരിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, യേശുവിൻ്റെ രക്തം മുഖാന്തിരം, ഒരു പ്രതിരോധം. ആ ജയമുള്ളവൻ്റെ ആ ക്രിസ്ത്യ ജീവിതം, തോൽവിയിൽ നിന്ന് ജയം പ്രാപിച്ചു വന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തോറ്റു തുന്നം പാടി ഒരാളെങ്കിലും ഇന്ന് ഇത് കേൾക്കുന്നെങ്കിൽ ഇന്ന് നിർത്തി ഒരു പുതുജീവിതം. അതിനാ സ്നാപകൻ ജീവിച്ച പോലെ ജീവിക്കാതെ നമ്മുടെ കൂടെ ഇറങ്ങി നമ്മുടെ ബലഹീനതകളെ കണ്ട്, നമ്മുടെ പാപത്തെ കണ്ട്, കുറവുകൾ കണ്ട് നാം പൊടിയെന്നോർക്കുന്ന നമ്മുടെ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ എടുത്ത് അവിടുന്ന് മാറ്റിയ പ്രക്രിയ, അതാണ് രക്ഷ. ബോധ്യം വന്നോ? നമ്മുടെ അവസ്ഥ അറിഞ്ഞിടപെട്ടതാണെന്ന്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഏത് കൊടുമ്പാവിയുടെ കൂടെ കൂട്ടുകൂടിയാലും യഥാർത്ഥ ഭക്തന് യാതൊരു ക്ഷീണവും വരില്ലെന്ന്. ശരിയാണോ? രണ്ട് കാര്യമാണ്. നമുക്കേത് പാവിയോടും കൂടാം. ഫ്രണ്ട്ഷിപ്പ് എന്ന അതിൻ്റെ പേര്. പക്ഷെ ഫെലോഷിപ്പ് എല്ലാവരോടും പറ്റില്ല. പറ്റുമോ? ഫെലോഷിപ്പ് പറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് വേറെ, ഫെലോഷിപ്പ് വേറെ. ഈ ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും പാടില്ലാത്തവരുണ്ട്. അതാരാ? അപ്പോസ്റ്റസ്യ, വിശ്വാസത്യാഗിയോട് ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഫെലോഷിപ്പും ഇല്ല. വിഷ് ചെയ്ത് പോകാൻ പോലും കഴിയില്ല. മാറിപ്പോക്കണം നമ്മൾ. മനസ്സിലായല്ലോ? കുഞ്ഞെ, നിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി MDMA കഴിക്കുന്ന ആളാ, കൂടാതിരിക്കേണ്ട അവനോട്. നിൻ്റെ കൂടെയുള്ള ആൾ കഞ്ചാവ് വലിക്കുന്ന ആളാ, നീ അവനോട് കൂടാതിരിക്കരുത്. മാത്രമല്ല അവനോട് സഹതാപം കാണിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു കാര്യം, ആ കൂട്ടുകുടുംബർക്ക് ഓർക്കണം, അവൻ്റെ പാപത്തിന് ഓഹരിക്കാരനാകല്ലേ. മാറി നിൽക്കുക മാത്രമല്ല പശ്ചാത്താപവിവശനാക്കുകയും നിന്റെ ഉള്ളിലെ ആത്മനിറവിനെ അങ്ങോട്ട് സങ്കലനം ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൂടുകയും ചെയ്യരുത്. ഇതൊക്കെ തന്നോ? അപ്പോൾ യേശുവിനെ ഇങ്ങനെ കാട്ടി എൻ്റെ പിന്നാലെ വരുന്നവള്. യേശു വന്നു. യേശുവിൻ്റെ ഈ രീതി പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഇഷ്ടപ്പെട്ടില്ല. അവരൊരു കപടഭക്തിയുടെ ആചാരങ്ങളുടെ ലോകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഭക്തി ഒരു പ്രകടനമാണ്, നാലാളുകളുടെ മുമ്പിൽ കാട്ടുന്ന പ്രകസനമാണ്. പക്ഷെ കർത്താവിൻ്റെ ഭക്തി അങ്ങനല്ല. അത് ലോകം വിട്ടുള്ള ഒളിച്ചോട്ടമല്ല, നിങ്ങളോട് ഇഴുകിച്ചേരുന്നതാ, നമ്മളുമായി സഹവർത്തിത്വം പുലർത്തുന്നതാ. അതാ ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നത്. അത് കേവലമായ ഭാഗ്യപ്രകടനങ്ങൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ സുന്ദരമായ വസ്ത്രം ധരിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു ചിന്തയല്ലെന്നേ. ആന്തരികമായ തേജസ്കരണത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ അനുഭവമാണ്. അത് ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തം നമുക്ക് ഔഷധദായകമായ ഒരനുഭവം പോലെ ആയിത്തീരണം. ആന്തരികമായ ആ ശുദ്ധീകരണത്തിലൂടെയാ ഒരുവന് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആത്യന്തിക സത്തയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആളുകൾ
നമ്മോടൊപ്പം ചേർന്ന് ഈ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് ചിലർ പറയുന്നത് ഇത് മതപരിവർത്തനമാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം നീട്ടിയില്ലെങ്കിലും 1-2 കാര്യം അത് ചേർത്ത് പറഞ്ഞു. അറിയണ്ടേ, കുമ്പനാട് നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയുടെ കൺവെൻഷന് 100 വയസ്സ് കഴിഞ്ഞു. AGയുടെ കൺവെൻഷനും 100 വയസ്സ് കഴിഞ്ഞു. ചർച്ചക്കൂടിനും 100 വയസ്സ്. ഏതാണ്ട് ഇതെല്ലാം ഒരേ കാലത്ത് ആരംഭിക്കുക. നമ്മുടെ രാജ്യത്ത് പെന്തക്കോസ്ത് സഭകളുടെ കൺവെൻഷന് 100 വർഷത്തെ പഴക്കമുണ്ട്, ഏറ്റവും കുറഞ്ഞ. അത്ര ഉള്ളൊന്നും കുട്ടിക്കും, അത് മതി, 1 നൂറ്റാണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, 1 നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ പൂർവികർ കൂടുന്ന കൺവെൻഷൻ വളരെ പരിതാപകരമായിരുന്നു. പെട്രോൾ വാങ്ങിച്ച പോലും ഇല്ല. മണ്ണെണ്ണ വിളക്കൊക്കെ കൊണ്ടുവന്ന് പായിട്ടോ തുണി വിരിച്ചൊക്കെ ഇരിക്കണം. ഓലക്കീറിലിരുന്ന് കേൾക്കണം. മൈലുകൾ നടന്നു വരണം. ആ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ സ്ഥലത്തേക്ക് ആളുകൾ എത്തുമ്പോൾ ചൂട്ടുകെട്ട് കെട്ടി വരണം. 7 ദിവസമൊക്കെ കൺവെൻഷൻ ഉണ്ടെങ്കിൽ പരമ്പര പോലെ ദിവാസന്മാർ പ്രസംഗിക്കുക. മൈക്കൊരു അപൂർവ വസ്തുവാണ്. അന്നത്തെ നോട്ടീസുകൾ ചിലതൊക്കെ ഫേസ്ബുക്കിൽ കറങ്ങുന്നുണ്ട്. നോട്ടീസുകളുടെ താഴെ എഴുതും മൈക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഇത് കാണാനും കേൾക്കാനും ഒക്കെ ആൾ വരും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് യോഗത്തിന് ഇത്രയും ആളൊന്നും കൂടൂല, വളരെ ചുരുക്കമാണ്. ജനറൽ കൺവെൻഷൻ വെച്ചാൽ തന്നെ എല്ലായിടത്തുനിന്നും ഓടിക്കെത്തിയാൽ 1000-1500 പേരൊക്കെ ഉള്ളൂ. മാക്സിമം ഞായറാഴ്ചയ്ക്ക് അത്രേ ഉള്ളൂ. പക്ഷേ എങ്ങനെ അവർ ചെല്ലുന്നറിയണ്ടേ? യോഗസ്ഥലത്തേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അരിയൊക്കെ എടുത്ത് ഭക്ഷണത്തിന് വേണ്ട സംഗതി കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ എടുത്ത് അവിടെ ചെല്ലുക. എവിടെങ്കിലും ഇട്ട് ഇതൊക്കെ തിളപ്പിച്ച് ഭക്ഷിക്കുക, പാകപ്പെടുത്തി ഭക്ഷിക്കുക, ഒരുമിച്ച് കഴിയുക. ഇങ്ങനൊരു കാലം നമ്മളെ കണ്ടിട്ട് ലോകം ചിന്തിച്ചു, ഇതൊന്നും അധിക നാൾ നിൽക്കില്ല, ഒരുതരം ആവേശമാണെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിച്ചവരുടെ നടുവിൽ 1 നൂറ്റാണ്ട് അന്തസ്സിനും ആഭിജാത്യത്തിനും ഉടവ് തട്ടാത്ത അഭിമാനകരമായ 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേ പുനലൂർ ഇടപോരാന്ന് വന്നു. ആളുകൾക്ക് കൂടാനേ സൗകര്യം പോരാന്ന് വന്നു. 1-2 പേരെയല്ല, ലക്ഷക്കണക്കിന് ആളുകളെ ഈ മഹാരാജ്യത്ത് ആ യേശുവിൻ്റെ അനുഗാമികളായി വാർത്തെടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തിമത്തായ ചില കാര്യങ്ങളുണ്ടേ, ഒരു വസ്തുതയുണ്ടേ. ഞാനത് 1-2 കാരണങ്ങളെന്ന് പറയാം. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് കൂടിന് ഒരു കാലഘട്ടത്തിൽ നെടുനായകത്വം വഹിച്ച അനുകൃതനായ കർത്തദാസന്റെ പേര് റവറൻഡ് അബ്ദുൽ കരീം എന്നാണ്. ബഹുമാനപ്പെട്ട യാഗദത്തുമണി അവരോട് ചോദിക്കുക, പാസ്റ്റർ കർത്തദാസനോട് ചോദിക്കുക. അദ്ദേഹം ഒരു ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച വളരെ ഹമ്പിളായ ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. അത് അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനമായ അസംബ്ലീസ് ഗോഡിൻ്റെ സൗത്ത് ഇന്ത്യൻ ഘടകത്തിന് പോകാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല, ഒരു പ്രയാസവും വന്നില്ല. ഇതേ സമയത്ത് അറിയണ്ടേ, അങ്ങകളെ തമിഴ്നാട്ടിൽ നിന്ന് ഈ തെങ്കാശി വഴിയൊക്കെ ആയിട്ട് ഇവിടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റുമൊക്കെ കടന്ന് പുനലൂർ വന്ന് ഒരു ദിവാസം താമസിച്ചിരുന്നു. ഒരു പ്രമാണിയായിരുന്നു, നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് അയ്യാപിള്ള എന്നായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന ഭൂസമ്പത്തുള്ളൊരു പ്രമാണിയായിരുന്നു. അദ്ദേഹം അത് വിറ്റിട്ട് സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുത്തു. അദ്ദേഹം കൊടുത്ത പണം കൊണ്ടാണ്, അതിൻ്റെ ഒരു ഓഹരി കൊണ്ടാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് കുമ്പനാട് ഗ്രൗണ്ട് വാങ്ങിയത്. ആളിൻ്റെ പേര് അയ്യാപിള്ള എന്നായിരുന്നു. അയ്യാപിള്ളയുടെ മുഴുവൻ പേര് ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ജോൺ അയ്യാപിള്ള എന്നായി. നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ മകനായ കർത്തദാസനെ അറിയും. നമ്മൾ ഡോക്ടർ PJ തോമസ് എന്ന് വിളിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം അക്കാലഘട്ടത്തിലെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഡോക്ടറേറ്റ് എടുത്ത ആളായിരുന്നു. നോക്കണം, അങ്ങനെ ഒരാൾ അവിടെ നിന്ന് രൂപപ്പെട്ടു വരുമ്പോഴേ എത്ര ആളുകൾ നോക്കണം. ഇത്തരത്തിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ യേശുവിനെ സ്വീകരിച്ച് പെന്തക്കോസ്ത് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഓരോ മണ്ഡലത്തിൽ വരുമ്പോൾ എണ്ണി പറയാൻ 100 അനുഭവങ്ങളും കാര്യങ്ങളുമുണ്ട്. സുദീർഘ വർഷങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ നയിച്ച ജോൺ സുന്ദർ റാവു എന്നൊരു കർത്തദാസനുണ്ടായിരുന്നു. ആന്ധ്ര സ്വദേശിയായ ഒരു ദലിതനായിരുന്നു ജോൺ സുന്ദർ റാവു, IPCയുടെ നെറുനിരയിൽ. ഇനി എനിക്ക് വലിയൊരു അനുഭവവും സന്തോഷവും പറയാനുള്ളത്, ഈ നാട്ടിൽ നിന്ന്, ഈ തിരുവനന്തപുരത്തിൽ നിന്ന് നാടാർ വിഭാഗത്തിൽപ്പെട്ട യേശു അടിയാർ എന്നറിയപ്പെടുന്ന ഒരു ദൈവവൃത്തിന അങ്ങകല ഹൈറേഞ്ചിൽ വന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞിട്ടേ അവിടെ സുവിശേഷത്തിൻ്റെ മാറ്റമില്ലാത്ത വിത്ത് വാങ്ങിയത്. എല്ലാ തരത്തിലും എല്ലാ നിലയിലുമുള്ള മനുഷ്യർ കയറുന്ന എല്ലാ തരത്തിലെയും മത്സ്യങ്ങളെ പിടിക്കുന്ന
കീറിപ്പോകാത്ത സുദൃഢമായൊരു വല കൊണ്ട് 100 കൊല്ലങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തിൽ അധ്വാനിച്ചതെങ്കിൽ മറ്റൊരു കാര്യം കൂടി ബഹുമാനപ്പെട്ട ഭരണകൂടത്തോട് എനിക്ക് സന്തോഷത്തോടെ പറയാനുണ്ട്. 100 കൊല്ലം ഞങ്ങൾ ഈ രാജ്യത്ത് കൺവെൻഷൻ നടത്തി, യോഗം നടത്തി. ഒറ്റ ചോദ്യം ഭരണകൂടത്തോട് ചോദിക്കുക, 100 കൊല്ലത്തെ ഞങ്ങളുടെ യോഗ സ്ഥലത്ത് നിന്ന് ഒരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? 100 കൊല്ലത്തെ ചരിത്രത്തിൽ ചിന്തിക്കടക്കാരനോട് ഏറ്റുമുട്ടിയത്, പടക്കം പൊട്ടിച്ചപ്പോൾ ആളുകൾ ഓടിയത്, ആന വിരണ്ടപ്പോൾ തമ്മിൽ ഏറ്റുമുട്ടിയത്, അതല്ല സാമൂഹ്യ വിരുദ്ധർ തമ്മിലടിച്ചത്, സ്ത്രീപീഡനം നടന്നതിൻ്റെ അങ്ങനെ നിരവധി കേസുകളും വ്യവഹാരങ്ങളും കൊണ്ട് മതമണ്ഡലം മലീമസമായപ്പോൾ ഇതൊന്നും കൂടാതെ അന്തസ്സോടെ ആഭിജാത്യത്തോടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ ചൈതന്യം ഉള്ളത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിവരെ നിൽക്കാൻ, നട്ടല് വളക്കാതെ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ക്രിസ്തുവേശുവിന്റെ സുവിശേഷം ഈ നാടിനോട് പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ ആർജവം ആരുടെയും സൗജന്യമായിരിക്കുന്നില്ല. അത് ക്രിസ്തു നിമിത്തം ഞങ്ങൾക്ക് നൽകിയ അവകാശമാണെങ്കിൽ, അധികാരമാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ സുവിശേഷത്തിന്റെ ചൈതന്യം ആവർത്തിച്ചുറപ്പിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമം. അപ്പോഴാണൊരു ചങ്ങാതി പറഞ്ഞത്, നമ്മൾ പണം കൊടുത്താണ് ആളുകളെ. ഞാനതൊക്കെ വീഡിയോ സവിസ്തരം ചെയ്തിട്ടുണ്ടോ? അത് നേരമില്ല. ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് നാളെത്രയെന്നറിയാമോ? ഇന്നലെ തൃശ്ശൂരായിരുന്നു. അവിടെ നിന്ന് ഓടി വരും വഴിക്കൊരു ക്യാമ്പിൽ സംബന്ധിച്ചു. അവിടെ നിന്ന് ഇവിടെ എത്തി. ഇനി തിരിച്ച് തൃശ്ശൂരിന് പോകണം. നാളെ പകലും നാളെ വൈകിട്ടും. ഇതൊക്കെയാണ് സ്ഥിതി. ഇതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. സവിസ്തരം ഇതൊക്കെ പറയേണ്ടതാണ്. ഒരു കാര്യം കൂടെ പറയാം. രക്ഷാനുഭവം പ്രാപിച്ച് സ്നാനമേറ്റി ഒരാൾ വിശ്വാസത്തിൽ വരുന്നതിന് 5 പൈസ പോലും അവന് നമ്മൾ കൊടുക്കാറില്ലെന്ന് തന്നെയല്ല, ഒരല്പം പണം ഇങ്ങോട്ട് വാങ്ങാറുണ്ട്. അത് യാഗത്തിൻ മണി പാസ്റ്റർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ജോൺലി പാസ്റ്ററോ സജി പാസ്റ്ററോ പറയില്ല. ഞാനൊരു പാവം മനുഷ്യനായിട്ട് പറയുക, ഈ മുങ്ങിപ്പൊങ്ങിയവൻ ഒരല്പം വണ്ടിക്കൂലി ഞങ്ങൾക്ക് തരാറുണ്ട്. വീട്ടിൽ പൊക്കോട്ടെന്ന് ഓർത്തു പറയാതിരിക്കുക. അതൊക്കെ മനസ്സിലായില്ലേ? പണം കൊടുത്തൊരുതിനെയും ഇങ്ങോട്ട് മറിക്കേണ്ട ഗതികേട് ഈ പുസ്തകം ചുമക്കാൻ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. തന്നെയല്ല, ഇത് ചില വിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത്. ചില വിട്ട് നമ്മൾ വഴിയോരത്തിറങ്ങി നിന്ന് പിരിക്കല്ല, വണ്ടി പിരിക്കല്ല. വണ്ടിക്കാരനെ തടഞ്ഞിട്ടേ കൺവെൻഷൻ ഉണ്ട് താ പിരിക്കല്ല. തരാത്തവൻ്റെ പുറകെ നടന്ന് വണ്ടി തടയല്ല. എങ്ങനെയായി നടക്കുന്നത് പറയട്ടെ? പാവപ്പെട്ടവൻ കല്ലിനോടും മണ്ണിനോടും പടപൊരുതി കിട്ടിയ പണത്തിൻ്റെ രോഗരി. ഹല്ലേലൂയ. വ്യാപാരം ചെയ്തും കഷ്ടപ്പെട്ടും മക്കളെ പഠിപ്പിച്ച് വിദേശത്തൊക്കെ അയച്ച കുഞ്ഞുങ്ങളെ വിളിച്ചു പറയും, ഇവിടെ യോഗം നടക്കട്ടോ. വിദേശത്തും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമൊക്കെ പണിയെടുക്കുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയ ഞങ്ങളുടെ തലമുറയെ അവരൊക്കെ തരുന്ന നന്മ കൊണ്ട് മാത്രമാ ഇത് മുമ്പോട്ട് ഓടുന്നേ. അത് തന്നെ അധികമാണ്. പ്രൈസലോ, അത് തന്നെ ധാരാളമാ. ഹല്ലേലൂയ. ഈ ഹാളുകളൊക്കെ കെട്ടിപ്പോക്കുന്ന വഴിയതാണെന്നേ. സകല വഴികളും അടയ്ക്കുമ്പോഴും ആരും അറിയാത്ത വഴികളിലൂടെയാ തമ്പുരാൻ നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരനുഭവം കൂടി നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ത്യാഗമനുഭവിച്ച് വില കൊടുത്ത് വന്നവരാ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം മനുഷ്യര്. വില കൊടുത്ത് ജീവിതം കൊണ്ട് വില കൊടുത്ത് കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് സമൂഹത്തിൽ നിന്ന് പലതരം പള്ളുകെട്ട് പരിഹാസം കെട്ട് യേശുവിന് വേണ്ടി ചങ്കുറപ്പോടെ നിൽക്കാൻ ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിച്ച അനുഭവമുള്ള ദൈവമക്കളെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവടിയാർ എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരം സുവിശേഷകൻ വർഷങ്ങൾക്കപ്പുറത്തങ്ങ് ഇടുങ്ങിയിലെത്തി. മാടത്തി എന്നറിയപ്പെടുന്ന ഒരു ദലിത് സ്ത്രീ, അവരുടെ കുടുംബം യേശുവിനെ സ്വീകരിച്ചു. അടിമത്തം കൊടുകൊണ്ടി വാഴുന്ന കാലം. പണിയെടുക്കണം, കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ആ പണിക്കിടയിലും താനും ഭർത്താവും മക്കളുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പോകും. മരത്തണലിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കും. വയലിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വരുന്ന ഇവർക്ക് കൂലിയായിട്ട് കിട്ടുന്നത് ഒരു പിടി നെല്ല. ആ നെല്ല് വറുത്ത് കുത്തി കഞ്ഞി വെച്ച് അതിലേക്ക് മുറ്റത്ത് വളരുന്ന ഈ കാന്താരി എന്നൊക്കെ പറയുന്ന തരത്തിൽ ചെടിയുണ്ടല്ലോ, മുളക്, അത് ഉപ്പ് ചേർത്ത് ഞെരടി ഉപദേശിക്കും കൊടുക്കും, അവരും കഴിക്കും. ഒരു ദിവസം
യജമാനൻ നോക്കുമ്പോൾ ഇവർ പണിക്ക് വരുന്നില്ല 1-2 ദിവസമായിട്ട്. ആളയച്ചു ഇവിടെ ആരോ പറഞ്ഞു, തമ്പുരാനെ അവർ വലിയ പാട്ടും കൊട്ടും കുരവയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ജോലിയൊക്കെ ചെയ്യാൻ മറന്നു. വിളിച്ചുകൊണ്ട് വന്നു. അവളെ വിളിച്ചു, നീ കൊട്ടും പാട്ടും കുരവയൊക്കെ ആണെന്ന് കേട്ടു, ഇവിടെ ജോലിയുള്ളവരും അറിയില്ലേ? അവൾ പറഞ്ഞു, യജമാനനെ ഞാൻ യോഗത്തിനും പാട്ടിനും പോയതുകൊണ്ടല്ല യജമാനനെ. അവൾ പൂർണ്ണ ഗർഭവതിയാണ്, ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുക. ഈ കാര്യമൊക്കെ പറഞ്ഞു. യജമാനൻ പറയാ, അപ്പം നിനക്ക് പള്ളിയിൽ പോകാൻ ഇതൊരു തടസ്സമല്ലല്ലേ? കൊട്ടാനും പാടാനും ഒരു തടസ്സമല്ല. മൈലുകൾ താണ്ടി മല കയറി പാട്ട് പാടാൻ പോകുന്ന, പ്രാർത്ഥിക്കാൻ പോകുന്ന നിനക്കതൊരു തടസ്സമല്ലല്ലേ? ജോലിക്ക് വരാനാണ് തടസ്സമല്ലേ? വിളിച്ചു, വയലിലിറക്കി, അവിടെ തോളിലേക്ക് മുഖം വെച്ചു കൊടുത്തു. അപ്പുറത്തൊരു പോത്താണ്. ഭർത്താവ് ആങ്ങളെയും നോക്കി നിൽക്കേ ഒരുത്തനെ കൊണ്ട് ആ പോത്തിനെ തല്ലിച്ചു. മുമ്പോട്ട് നീങ്ങാനുള്ള പ്രചോദനം കിട്ടിയ പോത്ത് ഓടി തുടങ്ങി. അപ്പുറത്ത് പൂർണ്ണ ഗർഭവതിയായൊരു സ്ത്രീയാന്നോർക്കണം. അതിനൊപ്പം ഓടാൻ മുട്ടോളം വെള്ളത്തിൽ ഓടി നീങ്ങാൻ കഴിയാതെ അവൾ വേച്ചും വിറച്ചും പണിയെടുത്തു തുടങ്ങുമ്പോൾ ഇത് കണ്ട് ആങ്ങളയും ഭർത്താവും അപ്പുറത്ത് നിൽക്കുക. മിണ്ടാൻ അവകാശമില്ല. കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്പരപ്പിക്കുന്ന, ആരെയും ഹൃദയം അലിയിക്കുന്നൊരു കാഴ്ചയാണ് സംഭവിക്കുന്നത്. മാടത്തി എന്ന പാവം യുവതി പ്രസവിച്ചു. ആ ചെളിവെള്ളത്തിലേക്ക് ചോരക്കുഞ്ഞ് താഴെ വീണ് അവിടെ കിടന്ന് 1-2 തവണ ചാടി കൈകാലിട്ടിടിച്ച് ആ ചെളിക്കുണ്ടിൽ താഴ്ന്നമർന്നു. സ്വന്തം കുഞ്ഞിന് മുലയൂട്ടാൻ പോലും കഴിയാതെ, അതിനെ തിരിഞ്ഞെന്നെടുക്കാൻ കഴിയാതെ മാടത്തിയും ആ ചെളിക്കുണ്ടിൽ താണുപൊങ്ങി. ആ മൃതശരീരം ഒന്ന് പുറത്തെടുത്തടക്കാൻ പോലും കഴിയാതെ ചെളിപുരണ്ട അനുഭവത്തിൽ അവൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി. ഇങ്ങനൊക്കെ ഞങ്ങൾ വില കൊടുത്തു വാങ്ങിയതാ ഈ പവിത്രമായ വിശ്വാസം. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച ഈ അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിവരെ നിൽക്കാൻ കഴിയുന്ന ഒരു പുതുതലമുറയുടെ ആവിർഭാവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടിയാ ഈ യോഗം, അതിനുവേണ്ടിയാ പ്രാർത്ഥന, അതിനുവേണ്ടിയാ പാട്ട്. മറ്റൊന്നും അതിന് തക്കതായിട്ടില്ല. ഇങ്ങനെ ജനലക്ഷങ്ങൾ ഈ മാർഗത്തിൽ അണിനിരന്നതേ മറ്റൊന്നിൻ്റെയും പിൻബലത്തിലല്ല. ഞാൻ ഒരു കാര്യം കൂടി ഓർക്കുന്നു. ഞാൻ 2024 ജനുവരി 23 ബഹുമാനപ്പെട്ട PG വർഗീസ് അങ്കിൾ എൻ്റെ വീട്ടിൽ വന്നു. ഡൽഹിയിലെ സുവിശേഷകൻ. കുറേ നേരം സംസാരിച്ചു. പിരിയാൻ നേരം ഞാൻ പറഞ്ഞു, അങ്കിൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താ? ഇന്നാണ് ആദരണനായ ഒറീസയിലെ സുവിശേഷകൻ ഗ്രഹാം സ്റ്റെയിൻസും 2 പിഞ്ചോമനകളും അഗ്നിക്കിരയായി മരിച്ചത്. ആ ദിവസം ഞങ്ങൾ അറിയാതെ വീട്ടിൽ കൂട്ടിയത്. കുറേ നേരം പ്രാർത്ഥിച്ചു. ഒറീസയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരു വാർത്ത അറിയാമോ? മറ്റേ അദ്ദേഹത്തെ കൊന്ന ആളിനെ പുറത്തു വിട്ട കാര്യമൊന്നുമല്ല. എനിക്കതിൽ വിയോജിപ്പൊന്നുമില്ല. എല്ലാവരും പുറത്തു വരട്ടെ, നമുക്കെന്ത് നഷ്ടം? ഒരാൾക്കും ശിക്ഷിക്കപ്പെടരുതെന്ന ഞങ്ങളെ തല്ലിൻ്റെ പേരിൽ നിങ്ങൾ ജയിലിൽ കിടക്കരുതെന്ന നമ്മുടെ ആഗ്രഹം. നിനക്കൊരു ദോഷവും വരുത്തരുത്, ഞങ്ങളിവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഒളിച്ചു പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഉണ്ട്. നമ്മൾ സുവിശേഷം പറയുന്നു, ഞങ്ങളെ ദൈവമാക്കുന്ന അത്രയും അളവിൽ ഇവിടെയുണ്ട്. മാധ്യമങ്ങളെയൊക്കെ കണ്ടു അദ്ദേഹത്തെ പുറത്തു വിട്ടത് അനീതിയായി. അതൊക്കെ ഭരണകൂടം ചെയ്യട്ടെ, വിരോധമൊന്നുമില്ല. നമുക്ക് ആരോടാ പക? ആരോടും പകയില്ല. അതാ സുവിശേഷം. ഏവരെയും ഇത് സ്നേഹിക്കുന്നു. ആ മനുഷ്യനും ദൈവം നല്ല നല്ല അനുഭവങ്ങൾ കൊടുക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പോഴേ മറ്റൊരു കാര്യം കൂടി പറയാം. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും കൊന്നൊടുക്കിയ നാട്ടിലൂടെ നിങ്ങൾ ഇന്ന് ഈ ബൈബിളുമായിട്ടൊന്ന് നീങ്ങണം. എന്താ സ്ഥിതി എന്നറിയോ? പാതിരി സാബ് അയ്യേ ദൈവദാസനെ വന്നാലും അവരനുഭവം കൊണ്ട് പഠിച്ചു. 2 പിഞ്ചോമനകളുടെ നിർദോഷ രക്തം ഹാബീലിൻ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന നസ്രായന് പിടികിട്ടി. ആ രക്തത്തിന്റെ ഉടമയ്ക്ക് ബോധ്യം വന്നു. 8ഉം 8ഉം തിരിയാത്ത പിഞ്ചോമനകളുടെ ശരീരം കീറിമുറിച്ചും തീക്കുള്ളിൽ കരിച്ചും കത്തിച്ചു ചാമ്പലാക്കിയ
ആ ശവശരീരം ആ മണ്ണിലമർന്നപ്പോൾ രക്തസാക്ഷികളുടെ രക്തം, സുവിശേഷത്തിന്റെ വിത്ത, അത് വളവൃഷ്ടമായി കിളിർക്കും. ആ വൻവൃക്ഷത്തെ തകർക്കാൻ ഒരു മഹാമാരിക്കും കഴിയില്ല. അതിശക്തമായി അഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റിനും കഴിയാത്ത വിധത്തിൽ അചഞ്ചലമാണ് ആ നാമമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് കാണാം. അതിവേഗം യേശുവിന്റെ അനുഗാമികളുടെ കൂട്ടം ആ സ്റ്റേറ്റിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൽ ആര് ഞങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടാലും കേസ് കൊണ്ട് പ്രതിരോധിക്കുന്ന രീതിയൊന്നും ഞങ്ങൾക്കില്ല. സ്റ്റാൻ സ്വാമി എന്നറിയപ്പെടുന്ന ഒരു കർത്തൃദാസൻ ഉണ്ടായിരുന്നു, ഒരു കത്തോലിക്ക പുരോഹിതൻ. അദ്ദേഹം വളരെ പരിതപ്രജ്ഞനായ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു അറസ്റ്റ് വരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൽ ചാർത്തിയ കുറ്റം മാവോയിസ്റ്റ് ആണെന്നാണ്. സ്തോത്രം. മാവോയിസ്റ്റുകളെ സഹായിക്കുന്നു എന്നൊക്കെ കുറ്റം ചുമത്തി വിചാരണ കൂടാതെ തടവറയ്ക്കകത്തിട്ടു. ദീർഘനാളിലെ വിചാരണയ്ക്കും ആ തടവിനും ശേഷം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗം പിടിച്ചു. ശരീരം വിറക്കിയ, അദ്ദേഹത്തിന് കൊണ്ടുവെക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാൻ വയ്യ, ചായ കുടിക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ. ഇതാണ് അവസ്ഥ. ദാഹം കൊണ്ട് വരിഞ്ഞ് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ഈ വെള്ളമൊക്കെ കുടിക്കും. ഒരിക്കൽ വന്ന ജയിൽ വാർഡിനോട് പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ കിട്ടണം. ആ സ്ട്രോ പോലും അനുവദിച്ചു കൊടുക്കാതെ തൊണ്ട വരണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ജയിലിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ഇങ്ങനെ ഒന്നും രണ്ടും പേരല്ല, 1600-ൽ പരം ആളുകൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ മതപരിവർത്തന കുറ്റം ചുമത്തി കിടക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, വരാനിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ കഴിയുന്ന ചില അനുഭവങ്ങളാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനം എന്താ? അവൻ നമ്മോട് വചനം വിശദീകരിച്ചു കൊണ്ടിരുന്നപ്പോഴേ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ആ വിഷയത്തിലേക്ക് വേഗത്തിൽ വന്ന് എനിക്ക് ഉപസംഹരിക്കേണ്ടതുണ്ട്. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് എന്ന അജയ്യനായ ദൈവത്തിന്റെ പുത്രൻ, സ്നാപകൻ വിശദീകരിച്ച ആ ചിന്തയുടെ പിൻബലത്തിൽ ഇവിടെ പ്രവർത്തിച്ചത് 1000-ൽ പരം ദിവസങ്ങളാണ്. യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രി 3.5 കൊല്ലത്തെ ദിവസങ്ങളായിട്ട് എണ്ണി മാറ്റിയാൽ, ചില മാറ്റിവെക്കേണ്ട ദിവസങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഏതാണ്ട് 1050ഓളം ദിവസങ്ങൾ യേശു ഇഹലോകത്തിൽ പ്രസംഗിച്ചു. അത്രേ ഉള്ളൂ, 3.5 കൊല്ലം. ഈ 3.5 കൊല്ലത്തെ പ്രസംഗത്തിൻ്റെ ആകത്തുകയിൽ നമുക്ക് യേശുവിനെ പഠിക്കേണ്ടതുണ്ട്. ഇനി മറുവശത്തൊന്നുകൂടി നമുക്ക് യേശുവിൻ്റെ ബാല്യം മുതൽ ചില കാഴ്ചകൾ കാണാം. യേശു എന്ന മനുഷ്യൻ്റെ ശൈശവാവസ്ഥ നിങ്ങളൊന്ന് നോക്കണേ. ശൈശവാവസ്ഥയിൽ യേശുവിനെ കാണാൻ വേണ്ടി വരുന്ന ആട്ടിടകന്മാരുണ്ട്, അവനെ കണ്ട് വന്ദിക്കാൻ വരുന്ന മനുഷ്യർ. ശൈശവാവസ്ഥയിൽ യേശുവിനെ കാണാൻ വരുന്ന വിദ്വൽ ജനങ്ങളുണ്ട്, വിദ്വാൻമാർ. അവർ തീരെ ശിശുക്കളായിരിക്കുമ്പോഴല്ല കേട്ടോ. യേശു ഇരിക്കാൻ പ്രായമായ ശേഷമാണ് അവർ വന്ന് കാണുന്നല്ല, അന്ന് രാത്രി വന്നില്ല. വചനം അങ്ങനെയാണ്. എന്താണ് കാരണം? അങ്ങനെ പറയാൻ കാരണം, അവർ ശിശു ഇരിക്കുന്ന ഇടത്ത് വന്ന് അവനെ കണ്ടു. മനസ്സിലായില്ലേ? ഇരിക്കുന്ന ഇടത്ത്. ഇരിക്കൊക്കെ പരിശോധിക്കുക, എങ്ങനെ കിടക്കുന്നത്. ശിശുവിനെ വെറുതെ കണ്ടെന്നല്ല, ശിശു ഇരിക്കുന്ന ഇടത്ത്, ഇരിക്കാൻ പ്രായമായി കുട്ടി. ശിശുവിനെ കാണുക മാത്രമല്ല, എങ്ങനെ കണ്ടേ? അമ്മയായ മറിയോടുകൂടെ കണ്ടു. അപ്പോൾ അമ്മയായ മറിയോടുകൂടെ വിദ്വാജനങ്ങളൊക്കെ യേശുവിനെ കണ്ടതിൽ നിങ്ങൾക്ക് പിണക്കമുണ്ടോ? യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് പിണക്കമുള്ളവർ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ചില തെറ്റിദ്ധരിച്ച് അങ്ങനെ നമ്മളെപ്പറ്റി പറയുന്നത്. നമുക്ക് യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് പിണക്കുണ്ടോ? വിശുദ്ധ മറിയെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും വേണ്ട. മാതാവെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. തെളിവ് വേണോ? ബൈബിളിൽ പൗലോസ് ഒരിക്കൽ വിളിക്കുക, കർത്താവിൽ പ്രസിദ്ധനായ രൂപോസ്, എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവിൻ. അപ്പോൾ വിശുദ്ധന്മാരുടെ മാതൃഗണങ്ങളെല്ലാം നമുക്ക് അമ്മമാരാ അല്ലേ? അയ്യോ, നിങ്ങളങ്ങനല്ലേ കാണുന്നേ? അങ്ങനെ കാണണം. പൗലോസിൻ്റെ അമ്മയും അന്ത്രയോസിൻ്റെ അമ്മയും യോഹന്നാൻ്റെ അമ്മയും യേശുവിൻ്റെ അമ്മയും ഒക്കെ നമുക്ക് അമ്മയാണ്. ശരിയല്ലേ? ഇനി വേറൊന്ന്, ഈ അമ്മയെ കണ്ടാൽ ആദരവ് വേണ്ടേ? വേണം. വിശുദ്ധ മറിയത്തെ എന്നെങ്കിലും കണ്ടാൽ ആദരിക്കണമെന്ന്. വാക്ക് തെറ്റിപ്പോകല്. ആരാധിക്കണം എന്ന് ഉപദേശി പറഞ്ഞിട്ടില്ല, ആദരിക്കണം. ആദരവ് വേറെ, ആരാധന വേറെ. അതെന്താ? നീ വന്ന കക്ഷികൾ കാട്ടിത്തന്നു. അവിടെ എഴുതിയിരിക്കുക, മത്തായിയുടെ സുവിശേഷം 2:10. കുഞ്ഞെ വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. അതെന്താണെന്ന് അറിയണ്ടേ? അമ്മയായ മറിയത്തോടു കൂടെ യേശുവിനെ കണ്ടു,
അവനെ വന്ദിച്ചു. അവരെ എന്നല്ല, അവനെ വന്ദിച്ചു. ഇതാ ഞങ്ങളുടെ വ്യത്യാസം. ഞങ്ങൾക്ക് മറിയത്തോട് ബഹുമാനം, ഒരു എതിർപ്പുമില്ല. പക്ഷെ വന്ദിക്കുന്നതേ, ആരാധിക്കുന്നതേ ആരാധനയ്ക്ക് യോഗ്യനായവനെ മാത്രം. ഹല്ലേലൂയ. ഞങ്ങളൊരു ഡിബേറ്റിൽ ഒരു ചങ്ങാതി പറഞ്ഞു, യേശു എന്ന സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവപുത്രനെ ഉൾക്കൊണ്ട ഉദരമാണോ മറിയത്തിൻ്റെ? ഞാൻ പറഞ്ഞു അതെ. ഇപ്പം സർവശക്തനെ, സർവജ്ഞാനിയെ, സർവവ്യാപിയെ ഒക്കെ ഉൾക്കൊണ്ട ഉദരത്തിൻ്റെ ഉടമയ്ക്കും ഈ കഴിവൊക്കെ വേണ്ടേ? അതൊരു നല്ല ലോജിക്കായതുകൊണ്ട് ഞാൻ മൂളി, വേണ്ടേ? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ യേശുവിനെ ഉൾക്കൊണ്ട യേശുവിൻ്റെ അമ്മയായ മറിയത്തിനും ഈ യോഗ്യതകളൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 100% ലോജിക്കാം. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ അമ്മയെ ഉൾക്കൊണ്ടൊരമ്മയില്ലേ, മറിയത്തിൻ്റെ അമ്മ, അവർക്കും വേണ്ടേ? കേട്ട പാർട്ടി പറയാ, അഹങ്കാരം പറയാനല്ല നിങ്ങളോട് പറഞ്ഞു. ഇതെങ്ങനെ അഹങ്കാരമാകും? നീ അത് വിട്, ആ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടേ? അങ്ങനെ പോയി അമ്മച്ചിമാരുടെ ഒരു പരമ്പര ആരാധിച്ച് മനുഷ്യൻ്റെ നടലൊടിയല്ലേ. തീർന്നില്ല, പിന്നെ ഉണ്ട് അടുത്തൊരു കാര്യം. ഈ സർവജ്ഞാനിയായിരുന്നു മറിയുമെങ്കിൽ ദൂതൻ വന്ന് വണങ്ങിയിട്ട് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. രണ്ടുപേരും വന്ദനമൊക്കെ പറഞ്ഞു. ദൂതൻ പറയാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അത്യുന്നതൻ നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇത്രയും പറയുമ്പോൾ ഈ സർവജ്ഞാനി, സർവശക്ത ദൈവത്തിൻ്റെ മാതാവെന്നൊക്കെ വിളിക്കുന്ന ആളാണെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു ദൂതൻ്റെ അടുത്ത്, എടാ കുഞ്ഞെ എന്നോട് ഇത് വല്ലതും പറയണോ? ഇതൊക്കെ എനിക്കറിയാം, ഇത് നീ പോയി യോസഫിനോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞാൽ മതി, ഇങ്ങനൊരു സംഭവം, കുഞ്ഞു പോകട്ടെ. പ്രോട്ടോക്കോൾ വെച്ച് ദൂതൻ താഴെയല്ലേ അല്ലേ? ഇതൊന്നും കാണുന്നില്ല. വചനം വെച്ചാൽ ഞങ്ങളെല്ലാം പറയുന്നത്, അല്ലാതെ വിരോധം ഉണ്ടായിട്ടല്ല, ഒരു വിരോധവും ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞങ്ങളിത്രേ പറയുന്നുള്ളൂ, നമുക്കാർക്കും വിശുദ്ധ മറിയത്തോട് യാതൊരു അകലവും ഇല്ലെന്ന് മാത്രമല്ല, അതിയായ സ്നേഹം. വിശുദ്ധ മറിയത്തെ ഉൾക്കൊള്ളാത്തവർക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. ഔസേപ്പിനെ ഉൾക്കൊള്ളാത്തവർക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. അത് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പറയാൻ വന്ന മറ്റൊരു കാര്യമാണ്. ഇതൊക്കെ ആണെങ്കിലും ഈ നാട്ടുകാർ യേശു ജനിച്ചപ്പോഴൊക്കെ വന്ന് കണ്ടു. ആ ഓർമ്മയിൽ നമ്മൾ ഇന്നും യേശുവിനെ ഉണ്ണീശോ ആയി കാണുന്ന മനുഷ്യരാണ്. ഉണ്ണീശോ, യേശു കുഞ്ഞ്, ഇങ്ങനെയൊക്കെയാണ്. അതിനൊരു കാരണമുണ്ട്, ഞാൻ വിശദീകരിച്ച് വരുമ്പോൾ മനസ്സിലാവും. നമ്മുടെ യേശുവിൻ്റെ ശുദ്ധീകരണം ആവശ്യമില്ലാത്തവനാ. പക്ഷെ നാട്ടുനടപ്പനുസരിച്ച് അവരൊരു ആചാരം പോലെ ആലയത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടുപേര്, ഒന്ന് അന്നാന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ദൈവദാസി, ഒരു പ്രവാചകൻ, മറ്റൊരാൾ ജരാനര ബാധിച്ച തേജോരൂപിയായ ഒരു ദൈവദാസൻ, പേര് ശിമയോൻ. ശിമയോൻ ഈ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി. ഈ കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് വാങ്ങിയിട്ട് മറ്റുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ഈ ആളുകളിങ്ങനെ ലാളിക്കുമല്ലോ. പുരുഷന്മാരത് അത്ര കണ്ടില്ല, കാരണം നമ്മൾ ലാളിച്ചാൽ കൊച്ചു മൈൻഡ് ചെയ്യല്ല, ശരിയല്ലേ? നമ്മളൊന്ന് ലാളിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് നമ്മളെ അംഗൻവാടി പഠിപ്പിക്കാൻ എടുക്കാത്ത. പിടികിട്ടിയോ? നമ്മൾ ലാളിച്ചാൽ ഏൽക്കുകയല്ല, അതുകൊണ്ടാണ്. പക്ഷെ ഈ ലാളിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്നൊരു പണി ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ച് കുഞ്ഞേന്നൊക്കെ വിളിച്ചിട്ടൊരു തല്ലും തല്ലിട്ട് വിളിക്കുക, കള്ളൻ. ഇങ്ങനെ ആ ഡയലോഗ് തുടങ്ങുന്നു. ആ തുടക്കമാണെന്ന് ആദ്യം വിളിക്കുന്നത് എങ്ങനെയാണ്? അവരാദ്യം കാണുക ഈ കുഞ്ഞിനെ. തുടക്കം എങ്ങനെയാ? കള്ളൻ. അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ പറയും. ആട്ടെ, ശിമയോൻ ഇങ്ങനെ എന്തെങ്കിലും ആയിരുന്നു പറയണ്ടേ? ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്തിട്ടെ, കുഞ്ഞാവേ അങ്കിളിനൊന്ന് നോക്കിക്കോ, കുഞ്ഞാവേ ശ്രദ്ധിച്ചേ. ആ കവിളിലൊക്കെ ഒന്ന് പിടിച്ച് പറഞ്ഞില്ല. ജരാനര ബാധിച്ച വയോവൃദ്ധൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ആ മുഖത്തേക്ക് നോക്കിയൊരു കാഴ്ച കണ്ടു.
ജാതികളുടെ മഹത്വത്തിനായി തിരുവെഴുത്ത് മുൻനിയമിച്ച നിന്റെ രക്ഷ അത് കണ്ടറിഞ്ഞ എനിക്ക് നിന്നെ മുഖാമുഖം കാണാൻ ഒരു ഭാഗ്യം തന്നല്ലോ നാഥാ. ഈ വിളി വിളിക്കാൻ കേൾപ്പുള്ളവന്റെ മാർഗമാ സുവിശേഷത്തിന്റെ മാർഗം. ഹല്ലേലൂയ. ഈ ജ്ഞാനി വിളിക്കുക, എൻ്റെ ദൈവമേ നാഥാ. ശിമയോൻ നാഥാ എന്ന് വിളിച്ച ക്രിസ്തു എങ്ങനെയാണോ ഉണ്ണീശോ ആകുന്നേ? കഷ്ടം. ഏത് വകുപ്പിലാ ഇയാൾ വളർത്തിയ പോലെയാ? ഇതൊക്കെ വിട്, ഈ പേക്കൂത്തൊക്കെ കളയി. ഉണ്ണീശോ അല്ലത്, നാഥൻ. ഇവനെൻ്റെ രക്ഷകൻ, ഇവനെൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവനെൻ്റെ രക്ഷ. ആ തിരിച്ചറിവുള്ള, ആ ബോധ്യമുള്ള, ആ അനുഭവമുള്ള ശിമയോനെ പോലെ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ ഏത് പ്രായത്തിലും ഏത് അനുഭവത്തിലും അവനെ വന്ദിക്കാൻ സാധിക്കണം. ആമീൻ. ഇനി മറ്റൊരു ഘട്ടം യേശുവിൻ്റെ ക്രൂശീകരണമാണ് അടുത്തത്. അത് നേരെ തിരിച്ച. ഈ ക്രൂശീകരണ വേളയിൽ യേശുവിനെ കാണാൻ തിക്കും തിരക്കൊന്നുമില്ല. എവിടെ? അഞ്ചപ്പം വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുക്കുമ്പോൾ ഭക്ഷിക്കാൻ സ്ത്രീകളുടെ എണ്ണം എത്രയാ? എത്ര എഴുതിയിട്ടില്ല. പുരുഷന്മാരുടെയോ? നമ്മൾ ഈ കഷ്ടപ്പാടും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചതേ ഇവരുടെ ലിസ്റ്റിലുള്ളൂ. എന്താ സ്ത്രീകളുടെ ലിസ്റ്റില്ലാത്തതെന്ന് സജിഭാഷക്കറിയോ? അച്ഛനറിയോ? എന്തോ അതാ കാര്യം. ദേ ആർ കൗണ്ട്ലെസ് എന്നാ സാറ് പറഞ്ഞല്ല. അതല്ല ഉത്തരം. സ്ത്രീകൾ കഴിക്കുന്നതിന് അളവില്ലതാ. അവർ കൗണ്ട്ലെസ് അല്ല, അവരെ കഴിക്കുന്നതിന് അത് കറക്റ്റാണ്. ഇച്ചിരി തിരിഞ്ഞു പോയി. കണക്കില്ലാതെ ചിലരങ്ങ് പെരുമാറിക്കഴിയും. അതുകൊണ്ട് യോവന്നാന് തന്നെ ഒരു നാണക്കേടായി. ആ പോട്ടെ, അതുകൊണ്ട് എഴുതാൻ ഞാൻ ഇവിടെ കിട്ടിയോ? 10,000 10,000 ഒന്നുമല്ല, ഇഷ്ടം പോലെ അങ്ങ് കഴിക്കുക. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, കഴിക്കാൻ വേണ്ടി 10,000 പേര് കുറഞ്ഞ പക്ഷം. യേശു കടലിൻ മീതെ നടക്കുന്നു പറഞ്ഞപ്പോൾ കേട്ട് 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 ആള് കൂടുക. ലാസറിനെ ഉയർപ്പിച്ചിടത്തെ ആവേശഭരിതരായിട്ട് ആള് കൂടുക. പക്ഷെ ക്രൂശിക്കപ്പെടുന്ന ഇടത്തെ ആളും ആരവാരോ ഇല്ല. താൻ്റെ അവിടെ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവനാ യേശുവിൻ്റെ അനുഗാമി. ക്രൂശിനെ വിട്ടുപോകല്ലേ, താണ്ട് ഇവിടെ നിൽക്കണം. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതിനേക്കാൾ, കടലിൻ മീതെ നടന്നതിനേക്കാൾ, അതുമല്ലെങ്കിൽ യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതിനേക്കാൾ ഏതൊരു ഭക്തന്റെ ആവേശം നീ അറുക്കപ്പെട്ടു. ഇതിനൊരു കാരണമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ നല്ല പാട്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ പാടുന്നു. വിരുന്നിൻ്റെ വിവരമോ ഏതാണ്ടൊക്കെ പറഞ്ഞ് പാടുന്നത് കേട്ടു. പഴയ പാട്ടായുണ്ട്. ഈ സംസ്കൃതമാണ് അല്ലേ? നല്ല പാട്ടാണ്. പാട്ട് മോശം നല്ല കേട്ടോ. ചിലതിൻ്റെ ഒന്നും അർത്ഥം പെട്ടെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. ഈ പാടി വരുമ്പോഴാണ് അല്ലെങ്കിലും ചില ആളുകൾ ഈ ഭാഷയുടെ കാഠിന്യത്തിലാണ് പിടിച്ചു തന്നെ. ഈ കുഞ്ഞല്ല കേട്ടോ, അതിനെ തെറ്റിദ്ധരിക്കല്ലോ, നല്ല പാട്ടാണ്. പക്ഷെ ഒരു കാര്യം, ഏത് പാട്ടാണെങ്കിലും നിത്യതയിൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു 90% പാട്ടും അവിടെ ചെന്നാൽ വേണ്ടാത്ത പറയാം. നല്ല പാട്ടുകൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, അത് നിത്യത ചെന്നാൽ വേണോ? കഴിഞ്ഞു. ഇവിടുന്ന് പോകുമ്പോഴേക്ക് അത് കഴിഞ്ഞു, തീർന്നു അല്ലേ? കണ്ടിയിടും കണ്ടിയിടും ഇതൊക്കെ തീർന്നു, പാട്ട് കഴിഞ്ഞു. ഒന്നും വേണ്ട. ഇവിടുത്തെ ഉള്ളടക്കങ്ങളും ഇതൊന്നും വേണ്ട. സ്വർഗത്തെക്കുറിച്ചുള്ള പാട്ട് പോലും അവിടെ ഏക്കുകയില്ല. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ, നല്ല പാട്ടാ. പക്ഷെ സ്വർഗത്തിലൊന്നും പാടേണ്ട കാര്യമില്ല, അവിടെ വേറെ ആ പാട്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ സ്വർഗത്തിലിരുന്ന് ദൂതഗണങ്ങൾ പാടുമ്പോൾ സ്വർഗത്തെപ്പറ്റിയല്ല പ്രകീർത്തിക്കുന്നത്. ഭൂമിയിലെ ഒരു സംഭവം സ്വർഗീയ ദൂതന്മാരെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. അത് ക്രൂശുമരണമാണ്. എന്താ ദൂതഗണങ്ങൾ പാടുന്നറിയണ്ടേ? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. കണ്ടോ? ക്രൂശ സ്വർഗത്തിനും ആവേശം പകരുന്ന സ്പന്ദനമെങ്കിലേ
ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ ശക്തിയുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി അവിടെ ഉണ്ടൊരു പ്രശ്നം. യേശുവിനെ ക്രൂശിക്കുമ്പോൾ രണ്ടുപേരെ കൂടെ ക്രൂശിക്കുന്നുണ്ട്. കള്ളന്മാർ നമ്മുടെ പരിഭാഷയിൽ. ആക്ച്വലി ദേ ആർ നോട്ട് തീവ്സ്. അവർ കള്ളന്മാരല്ല, മറിച്ച് തീവ്രവാദികളാണ്. പരിഭാഷയിൽ വന്നൊരു പ്രത്യേകത. കള്ളനെ ക്രൂശിക്കുന്ന ഏർപ്പാടില്ല. കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ച് ശിക്ഷയുടെ ഗൗരവം അങ്ങനെയല്ലേ? കള്ളനെ ജയിലിടുകയോ ചാട്ടവാറക്കടിക്കുകയോ വേണ്ടി വന്നാൽ പ്രാകൃതമായ ശിക്ഷ കൈവെട്ടിക്കളയൊക്കെയാണ്. പക്ഷെ ക്രൂശിക്കുകയില്ല. ഇവർ തീവ്രവാദികളാണ്. ഒരു സ്വതന്ത്ര രാഷ്ട്രം വെട്ടിപ്പിടിക്കാൻ റോമൻ ഭരണകൂടത്തിനെതിരെ വിപ്ലവം അഴിച്ചുവിട്ട രണ്ടുപേരെയാണ് ഈ കൊണ്ടിട്ടിരിക്കുന്നത്. അതിൽ ഒരുത്തൻ പറഞ്ഞത്, നീ ദൈവപുത്രനെങ്കിൽ നിന്നെയും രക്ഷിക്കണം, ഞങ്ങളെയും രക്ഷിക്കണം. അവനെ തള്ളാൻ വരട്ടെ, അവനൊരല്പം കൺസേണുള്ള കള്ളനാണ്. എന്നെ എന്നല്ല പറഞ്ഞു, ഞങ്ങളെ. എനിക്കെന്നാ മനസ്സിലായി അവൻ പക്കാ രാഷ്ട്രീയക്കാരനാണെന്ന് അന്നാ മനസ്സിലായി. അവൻ യൂണിയൻ്റെ ആളാണ്. അതാ ഞങ്ങളെ നീ പറയുന്നു. മനസ്സിലായില്ലേ? പിന്നെ അവൻ അവിടെ കിടന്ന് അസോസിയേഷൻ ഉണ്ടാക്കാൻ പോവാം. ക്രൂശിൽ കിടക്കുമ്പോഴും നമുക്കൊരു സംഘടന ഉണ്ടാക്കിയേക്കാം. നമ്മളിങ്ങനെ നടന്നാൽ പോരാ, നമുക്കൊരു സംഘടന. മക്കളെ, എന്തെല്ലാം കഥകളാണ്. തിരുവനന്തപുരത്തുള്ള നിങ്ങളോട് ഞാൻ സംഘടനയെ പറ്റി ഒത്തിരി പറയാനുണ്ടോ? അപ്പോൾ നോക്കുന്നവൻ ഒരു സംഘടന. ക്രൂശേ കിടന്നുകൊണ്ട് പറയാ, നീയും ഞാനും ഇവനും കൂടെ കൂടി നമുക്കൊരു സംഘടന. അവൻ പറഞ്ഞൊരു തെറ്റല്ല. അവൻ പറഞ്ഞെന്താ? നിന്നെ തന്നെയും കണ്ടോ, ആദ്യം നീ രക്ഷപ്പെടണം, ഞങ്ങളെയും. അവനാ പറഞ്ഞത് യേശു കേട്ടിരുന്നെങ്കിൽ യേശു പറയാ, ശരിയാണല്ലോടാ, ഇത് ഞാൻ ഇറങ്ങുക, നിങ്ങളോട് ഇറങ്ങിയോ. ഈ 3 പേരോട് അതിലൊന്ന് നടന്നു പോയാൽ മതി, പീലാത്തോസ് രക്ഷിക്കപ്പെടും. ആ നാട് മുഴുവൻ മാറൂലേ? ഇത്ര ഐഡിയ ഉള്ളവനായി കള്ളൻ. ഒത്തിരി ഐഡിയ ഇങ്ങനെയുണ്ട്, നമ്മൾ അവിടെ ചെല്ലുമെന്നതിൻ്റെ അർത്ഥം. ഒത്തിരി ഐഡിയ ഇല്ലാതിരിക്കുകയല്ലേ. ഒത്തിരി ബുദ്ധി വെച്ച് കളിക്കരുത്. അങ്ങ് എല്ലാം ക്രൂശി കിടക്കുക. ഇവൻ നിസാര ഉള്ളിയല്ല. ഇനി ഞാൻ അയാളെ വിടുന്നു. ഇയാൾ ഈ പറഞ്ഞതേ രക്ഷ തന്നെയാണ്. ആണോ? ഇയാൾ പറഞ്ഞ രക്ഷയാണേ. ഞാൻ വന്നപ്പോൾ നമ്മുടെ പാസ്റ്ററെടുത്ത് വെച്ചു, ജോബി കാൽവിൻ പാസ്റ്റർ പ്രസംഗിച്ചത് എന്താണ്? അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ്, രക്ഷയെക്കുറിച്ചാണ്. പക്ഷേ ഇന്നലെ ജോബി കാൽവിൻ പാസ്റ്റർ പറഞ്ഞ രക്ഷയല്ല ഇയാൾ പറയുന്ന രക്ഷ. ഇയാൾ പറഞ്ഞത് ക്രൂശ് ഒന്ന് ഒഴിവാകണം, നീ ഒന്ന് രക്ഷപ്പെടണം, ഞാനും ഒന്ന് രക്ഷപ്പെടണം, നമുക്ക് ഒന്നിച്ചൊന്ന് ജീവിക്കണം, നമുക്കേ നല്ല നിലയിൽ ഇന്ന് പോകണം, സംഘടന ഉണ്ടാക്കണം, ശക്തിപ്പെടണം, നമ്മളെ ക്രൂശിച്ചവരുടെ മുമ്പിലേ നമുക്ക് മാനമായിട്ട് ജീവിക്കണം. അല്ലല്ലല്ല, ഇതല്ലേ രാവിലെ നമ്മളും പ്രാർത്ഥിച്ചേ? വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇതല്ലേ നമ്മളും ആഗ്രഹിച്ച്? ഇതിൻ്റെ വേറൊരു വേർഷൻ. എന്നിട്ടെന്തിനാ അവനെ കുറ്റം പറയുന്നേ? എനിക്കൊന്ന് രക്ഷപ്പെടണം, മോള് വിദേശത്ത് പോകണം, പ്രമോഷൻ കിട്ടണം. അപകടം മനസ്സിലായോ? ഇല്ല, അത് രക്ഷയാ. പക്ഷെ അവൻ പറഞ്ഞത് ശരീരരക്ഷ. പിടിയോ? അപ്പുറത്ത് കിടന്നവൻ പറഞ്ഞത് ആത്മരക്ഷ. ആത്മരക്ഷയോളം വരില്ല ശരീരരക്ഷ. ശരീരരക്ഷ എന്നുള്ളത് സ്വാഭാവികമെങ്കിൽ ആത്മരക്ഷ അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടതാ ആത്മരക്ഷ. അത് രണ്ടാമത്തെ കള്ളന് മനസ്സിലായി. അവനെ കള്ളൻ തൽക്കാലം വിളിക്കാം. അവൻ പറയുക, നിന്റെ രാജ്യത്തിൽ അടിയനെ ഓർക്കണം. ഇന്ന് സുവിശേഷ പ്രസംഗത്തിൽ ഈ രണ്ടാമത്തെ കാര്യം പോയിട്ട് ആദ്യത്തെ കാര്യം മാത്രം പറയുക. അത് ആളുകൾക്ക് സന്തോഷം, അത് ആൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പോകുന്ന കാര്യമേ, വിദേശത്ത് പറക്കാൻ പോകുന്ന കാര്യമേ, ടൗണിന് നടുവിൽ വസ്തു വാങ്ങാൻ പോകുന്ന കാര്യമേ, അനിവാര്യതയുടെ നടുവിൽ ഇതൊക്കെ ശരിയാണെങ്കിലും സുവിശേഷത്തിൻ്റെ ഉൾക്കാമ്പ് അതിലല്ല, അത് നിത്യതയാണ്, വരാനിരിക്കുന്ന ലോകമാണ്. ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം താൻ അവരുടെ ദൈവമായിരുന്നു കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയുന്ന നിത്യതയെക്കുറിച്ചുള്ള ചിന്തയാ സുവിശേഷം. അത് പറയാത്തതൊന്നും സുവിശേഷമല്ല. ഹല്ലേലൂയ. അവിടെയാ ഇവന് തെറ്റുപറ്റിയേ. പക്ഷെ ഒരു കാര്യം, ഇത്രയും ആളുകൾ ക്രൂശിന് ചുറ്റും നിന്നിട്ടേ യേശുവിൻ്റെ രാജ്യം മനസ്സിലായതേ ഒരു കള്ളൻ, ഒരു പാവം മനുഷ്യന്. വേറെ ആർക്കും പിടിയിട്ടില്ല. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനെ മനസ്സിലായി. ഉയർത്തെഴുന്നേറ്റവനെ ആദ്യം തിരിച്ചറിഞ്ഞത്
അവൻ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ തിരിച്ചറിഞ്ഞത് ഒരു പാവ സ്ത്രീയാണ്. പിന്നെ കുറേ സ്ത്രീകളാണ് അല്ലേ? മഗ്ദലീന അവളാണ് ആദ്യം തിരിച്ചറിഞ്ഞത്. അപ്പോൾ തിരിച്ചറിയേണ്ടവരൊക്കെ ഉണ്ടായിരുന്നു. ക്രൂശ് മുതൽ തിരിച്ചറിയേണ്ടവരുണ്ടേ. വാസ്തവത്തിൽ ഇവിടെ വരേണ്ട മനുഷ്യരുണ്ടേ. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, ഉയർത്തെഴുന്നേറ്റ ലാസർ, യായിറോസിൻ്റെ മകള് യായിറോസ്, ഇങ്ങനെ ദൈവത്തിങ്കൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭൗതിക രക്ഷ കിട്ടിയ മനുഷ്യർ വരേണ്ട സ്ഥലമാ ക്രൂശേ. അവരൊന്നും അവിടെ ഇല്ല. എന്നാൽ ഞാനിന്ന് സന്തോഷത്തോടെ പറയും, അവരെ കവിയുന്നൊരാനന്ദം ഈ ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കുമ്പോൾ പിൽക്കാലഘട്ടത്തിൽ യോഹന്നാൻ അനുഭവിക്കാൻ സാധിച്ചു. ധനനായ യോഹന്നാൻ. ഞാൻ അതിലേക്ക് അവസരമുണ്ടെങ്കിൽ ക്രമേണ കടന്നു വന്ന് ഉപസംഹരിക്കാം, സമയമെത്തും. ഇനി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട് അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ മറിയ കല്ലറയ്ക്കൽ ചെന്നു. മഗ്ദലന മറിയം. അതിൻ്റെ ആഘോഷമൊക്കെയാണ് ഇന്ന് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വരുന്ന വഴിക്കല്ല ഇതിൻ്റെ ആഘോഷമുണ്ട്. ഈ വീണും എഴുന്നേറ്റും ആ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ അത് അവരെ കുറ്റം വിധിക്കുകയല്ല കേട്ടോ, നടക്കട്ടെ, അതൊക്കെ ചെയ്യട്ടെ. പക്ഷെ ഒറ്റ കാര്യം സ്നേഹിത, ഈ ചടങ്ങെല്ലാം കൊള്ളാം. പക്ഷെ ഇന്നവൻ എന്നോട് പറയുക, അക്ഷരാർത്ഥത്തിൽ നിനക്കെൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ കൂടെ വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇന്നലെ ക്രൂശ് ചുമന്ന നിനക്ക് ഒരു സമർപ്പണമില്ലെങ്കിൽ ഇത് നാടകം മാത്രമാണ്. മനസ്സിലായോ പറഞ്ഞേ? പ്രദക്ഷിണത്തിൽ ഇടപെടുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റണം, നാഥാ നിന്റെ ത്യാഗമനുഷ്ഠിക്കാൻ, നിനക്ക് വേണ്ടി നടക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ ഒരവസരം എനിക്ക് തരുമെങ്കിൽ ഞാനിതാ എന്നെ തന്നെ സമർപ്പണം ചെയ്യുന്നു. അപ്പോഴേ അതിൻ്റെ അർത്ഥം പൂർണ്ണ വ്യാപ്തി കൈവരിക്കത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം, ഈ യേശുവിനെ ക്രൂശിൽ വെക്കുമ്പോൾ ഈ ബോഡി സത്യത്തിൽ ഏറ്റുവാങ്ങേണ്ടതാരാ? അപ്പം തിന്ന ശിഷ്യന്മാരാ. യേശു എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തവരാ ഇപ്പം തിരിച്ചൊന്ന് ചെയ്യേണ്ടതേ. സ്തോത്രം. ഞാൻ അടുത്തൊരു സ്ഥലത്ത് ഇവിടെ 2 ദിവസം യോഗമായിരുന്നു കഴിഞ്ഞ ആഴ്ച. വരും വഴിക്കൊരു കാര്യം അറിയുന്നു, എനിക്ക് ജ്യേഷ്ഠസ്ഥാനീയനായ ഒരു കർത്തദാസൻ മരിച്ചു. ഒരു ബോഡി അടക്കാൻ വിളിച്ചു. നമ്മുടെ ഈ നോട്ടീസൊക്കെ അവിടെ വായിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു, അവർക്കത് ബോധ്യപ്പെട്ടു, കാര്യമൊക്കെ ബോധ്യപ്പെട്ടു. ഞാൻ ഇവിടുന്ന് തിരിച്ച് അവിടെ ചെന്ന് അടുത്ത ദിവസം ആ ബോഡി അടക്കി. എന്തിനാണെന്നറിയണ്ടേ? ജീവിതത്തിൻ്റെ കഷ്ടതയിൽ ഏറെ താങ്ങി നിർത്തി പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം മരിക്കുമ്പോൾ കേരളത്തിലാണെങ്കിൽ ഓടി എത്തണം. ഒരു സാധാരണ കടപ്പാടാണെങ്കിൽ ക്രൂശിൽ മരിച്ചവനെ കാണാൻ വരേണ്ട സാധാരണ കടപ്പാടുള്ള ഒരു 12 ഈശന്മാരുണ്ടേ. യൂദാ പോട്ട 11 പേരുണ്ടേ. യോഹന്നാൻ അവിടെ നിൽപ്പുണ്ട്. അത് ബന്ധു കൂടിയാ. ഒരുത്തനില്ല. കൈവിടപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി ക്രൂശിൽ കിടക്കുമ്പോൾ അവിടെ വന്നതേ അരിമത്തിയിലെ യോസഫും നിക്കോദിമോസും. കണ്ടല്ലോ, അവരപ്പം തിന്നവരല്ല, അവരാരവാരം മുഴക്കിയവരല്ല, അവരമ്മായിയമ്മ സുഖപ്പെട്ടപ്പോൾ ആർത്ത് വിളിച്ചവരല്ല, കടലും മീതി നടക്കുന്ന കാഴ്ചകൾ കണ്ടവരല്ല, രഹസ്യ ശിഷ്യന്മാരാ. ഹൃദയാന്തർഭാഗത്ത് യേശുവിനെ രക്ഷകനായി കണ്ടുമുട്ടി അത്തരം ഒറ്റപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാ. വലിയ ഉത്തരം ഉൽപ്പാദിപ്പിക്കുന്ന ആശയത്തിൻ്റെ വ്യവസായങ്ങൾ അവരെ ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ആഴമേറിയ ചിന്തകളുണ്ട്. അവർ ചിന്തിച്ചു, ഈ ശരീരം ക്രൂശിലിടാൻ പാടില്ല. അത് കാക്കകൾ കൊത്തിപ്പറിക്കും, അത് കഴുകൻ കൊത്തി വലിക്കും, കുടൽമാലകൾ തുറിച്ചു താഴെ വീഴും, മാംസക്കഷണങ്ങൾ കൊത്തിക്കടിച്ചു വലിക്കാൻ പറവകൾ ഓടിവരും, നായ്ക്കൾ ഓടിവരും. അങ്ങനെയെങ്കിൽ പ്രവാചകൻ മുമ്പൊരിക്കൽ എഴുതി, തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാൺമാൻ സമ്മതിക്കയില്ല. ദ്രവത്വത്തിനേൽപ്പിക്കാതെ ഈ ശരീരം 100 മകിലും കൊണ്ടുള്ള കൂട്ടിട്ട് പൂശി മനോഹരമാക്കി രാജകീയമായ ഒരു യാത്രയപ്പ് കൊടുക്കാൻ 2 പേർ ചങ്കുറപ്പോടെ മുമ്പോട്ട് വന്നെങ്കിൽ അപ്പം തിന്നതിനേക്കാൾ കടലിൻ മീതെ നടന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ ശരീരം ഏറ്റുവാങ്ങുന്നതാ. എനിക്ക് ഇവിടെ ലേപനം ചെയ്യുന്നതാ. ഈ സേവനം ചെയ്യാൻ മനസ്സുള്ള ആരുണ്ടിന്ന് രാത്രി ഈ തിരുവചനങ്ങൾ
നിൽക്കുമ്പോൾ എനിക്ക് ആ മുറിവൊപ്പണം, എനിക്ക് ആ കൈകാലുകൾ തഴുകണം, എനിക്ക് ആ മാറോട് ചേർന്ന് അവനെ ശുദ്ധിയാക്കിയെടുക്കണം. ആ ശരീരത്തിലേക്ക് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഈ 100 പകിലും കൊണ്ടുള്ള കൂട്ടിട്ട് പൂശണം. അങ്ങനെ പ്രതീക്ഷിച്ച് ആരിവിടെ വന്നിട്ടുണ്ട്? അവരാ യേശുവിന്റെ അനുഗാമികൾ, അവരാ യേശുവിന്റെ സേവകർ. അങ്ങയുടെ പക്കൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ച ഓർമ്മകളിലല്ല ക്രിസ്ത്യവിശ്വാസത്തിന്റെ കരുത്തെ നമുക്കിന്ന് പറയാം. ഈ രക്തം, ഈ ശരീരം, ഈ ആരോഗ്യം, ഈ വാർദ്ധക്യം, ഈ യൗവനം, ഈ കർത്താവിലേക്ക് തന്നതൊക്കെ നിന്റെ നാമ മഹിമയ്ക്കായി ഒന്ന് പ്രയോജനപ്പെടുത്താൻ ഒരവസരം നീ തരുമെങ്കിൽ അടിയനെ സമർപ്പിക്കുന്നു. ആ സമർപ്പണമുള്ള യുവാക്കൾ എഴുന്നേൽക്കണം, യുവതികൾ എഴുന്നേൽക്കണം. വരും കാലഘട്ടത്തിലെ നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ സമൂഹത്തെ, യേശുവിന്റെ അനുഗാമികളെ ഉത്സാഹഭരിതരാക്കി മുമ്പോട്ട് നയിക്കാൻ ശക്തിയുള്ളവർ എഴുന്നേൽക്കണം. അതിനുവേണ്ടിയാ നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനോട് അനുഭാവം പുലർത്തിയത് 2 പേര്. ഉയർത്തെഴുന്നേറ്റവനെ മനസ്സിലായത് ഒരു പാവം മഗ്ദലീന. ആള് വന്നിട്ട് പറയാ, തോട്ടക്കാരനെന്ന് തെറ്റിദ്ധരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടിട്ട് പറയാ, യജമാനനേ, നിങ്ങൾ എൻ്റെ കർത്താവിനെ എവിടെ വച്ചു? ഞാൻ കൊണ്ടുപോകാൻ വന്നതാ. ഒരു സ്ത്രീ യേശുവിനെപ്പോലൊരു യുവാവിനെ മരിച്ച ശവശരീരം എങ്ങനെ കൊണ്ടുപോകാൻ? പലർക്കും വേണ്ടതേ ജീവനുള്ള ശരീര. ആ ശരീരം കടലിന്മീതെ നടക്കും. ആ ശരീരം കൊണ്ട് ഇങ്ങനെ കൽപ്പിച്ചാൽ കാറ്റും കടലും ശാന്തമാക്കും. ആ ശരീരം അനന്ത സാധ്യതകളുള്ളതാ. ആ ശരീരം കൊണ്ട് ആ പാലസ്തീനിയായിൽ തെക്ക് വടക്ക് നടന്നേ കാവർന്ന ഭൂമിയിലൊക്കെ 10,000 സുഖപ്പെടുത്തിയത്. അന്ന് ആൾത്തിരക്കുണ്ടായിരുന്നു, അന്ന് ജനാവലി ചുറ്റും കൂടുമായിരുന്നു. പക്ഷേ ക്രൂശിൽ മരിച്ച് ഈ ഗുഹയിലടക്കിയവൻ്റെ ശരീരം ആർക്കും വേണ്ട. പക്ഷേ എനിക്കിത് വേണം. ഈ ത്യാഗം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യാൻ ചങ്കുറപ്പ് കാട്ടിയെങ്കിൽ ഇഹലോകത്തിൽ യേശുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആരാധന ആ സഹോദരിയുടെ സമർപ്പണമാണെങ്കിൽ എനിക്ക് യേശുവിന് വേണം, എനിക്ക് യേശുവിന് വേണം. യേശുവിൻ്റെ മറുപടി, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുതേ. ഞാനത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവസുറ്റ ആ കാഴ്ചയാണ് മഗ്ദലീനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അവർ പറയും, നാഥ, നാളുകൾക്കപ്പുറത്തെ നിങ്ങളിൽ നിന്ന് പുറപ്പെട്ട സൗഖ്യം കിട്ടിയ നാളിലെ സന്തോഷത്തെക്കാൾ വലുതാ നിന്നെ ആദ്യം കണ്ടത് ഞാൻ. സ്ത്രീക്ക് വിലയും നിലയും കൽപ്പിക്കാത്ത പുരുഷാധിപത്യത്തിൻ്റെ ഭൂതകാലത്ത് യേശുവിൻ്റെ ദർശനം ആദ്യം കിട്ടിയ മഹത്തര വനിതാ രത്നമാണ് ആ മഗ്ദലീനയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് വിലയും നിലയും തരാൻ കഴിവിട്ട് യേശു ഇന്നിവിടെ വന്നിരിക്കുന്നു. അവളാണ് ഉലകത്തോട് ആദ്യം പറഞ്ഞത്, അവൻ ഉയർത്തെഴുന്നേറ്റു, ഞാനവനെ കണ്ടു. ആ ശബ്ദം കേട്ട എളിയവനായ അനിൽക്കുരുത്തോട്ടം ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതല്ല. ഒരു സഹോദരിയുടെ സാക്ഷ്യം തലമുറകളിലൂടെ കറങ്ങി 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 തിരിഞ്ഞിവിടെ വരുമ്പോൾ അത് ജീവനുണ്ട്, ഉന്മേഷദായകമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഈ വാർത്ത നാടകം പരന്നപ്പോൾ ഇതാ 2 ആളുകൾ എമ്മൗസിലേക്ക് പോകുകയാണ്. എമ്മൗസിലേക്ക് പോകുന്ന യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുക. 2 ശിഷ്യന്മാരെന്ന് അവിടെ എഴുതിയിരിക്കുക. ചില പഠനങ്ങൾ പറയുക ഇത് ക്ലയപ്പാവെന്ന് പറയുന്നൊരു പുരുഷനും തൻ്റെ ഭാര്യയുമായിരുന്നു എന്നാണ്. കാരണം ഒരേ വീട്ടിലേക്ക് അവർ ചെല്ലുന്നു. ഇനി അല്ല വേറെ 2 പേരാണെങ്കിലും അതിലെനിക്ക് വിരോധമൊന്നുമില്ല. അപ്പം ഞാൻ വിരോധിച്ചാൽ അത് മാറിപ്പോകത്തില്ലല്ലോ. അതുകൊണ്ട് അവരാരെങ്കിലും ആകട്ടെ, 2 ആളും പോവുക. അവരുടെ സംഭാഷണം യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങളിലാണ്. അപ്പോൾ യേശു താനാണെന്ന് വ്യക്തമാക്കാതെ അവർക്കൊപ്പം നടന്നു. ചിലപ്പോഴൊക്കെ താനാണെന്ന് വ്യക്തമാക്കാതെ നമുക്കൊപ്പം അവനും വരുന്നുണ്ട്. ഈ അപകടം ഒരളവിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മിലൊന്നും ആ ക്രിസ്തു ചെയ്തിനെ നിറകട്ടെ. കൂടെ വരുന്ന യേശു സംഭാഷണത്തിനിടയ്ക്ക് ചോദിച്ചു, കൂട്ടുകാരാ, നിങ്ങൾ എന്താ പറയുന്നേ? അപ്പോൾ ക്ലയപ്പാവ് പറയാ, കൊള്ളാം, യെരുശലേമിൽ വന്ന് പാർക്കുന്ന പ്രവാസി ജൂതന്മാരിൽ നീ ഒരുത്തൻ മാത്രം ഈ വിശേഷം അറിയാതിരിക്കുന്നോ? നസ്രായനായ യേശുവെന്ന
യോസേഫിൻ ദാവീദിൻ കുലത്തിൽ ജനിച്ചു വളർന്ന ഒരുവനുണ്ടായിരുന്നു. ഞങ്ങളോ, ഇസ്രായേലരായ ഞങ്ങളെ അവൻ രക്ഷിക്കാനിരിക്കുന്നുവെന്ന് പ്രതീക്ഷ വച്ചു. പക്ഷേ അവനിതാ ദാരുണമായി പീലാത്തോസിനാൽ വിധിക്കപ്പെട്ടിരിക്കുന്നു, സ്വന്തം ജനത്താൽ തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു, സ്വന്തം ശിഷ്യനാൽ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെട്ടിരിക്കുന്നു. അവൻ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കി. ഇത്രയും സത്യമാണ്. പക്ഷെ ഇപ്പോഴൊരു വാർത്ത പരക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളോട് കൂടെയുള്ള സ്ത്രീകൾ, പുരുഷന്മാർ ഒക്കെ അവൻ്റെ കല്ലറ സന്ദർശിക്കുമ്പോൾ അവനവിടെ ഇല്ല. അത്ഭുതം കൂറുക. ഞങ്ങൾ പീലാത്തോസാക്കിയ കാവൽക്കൂട്ടത്തെ, ഇമ്പീരിയൽ മുദ്രയെ, അടച്ചുവച്ച കല്ലിനെ ഒക്കെ ധരണം ചെയ്തുകൊണ്ട് ആ ശരീരം അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് ചിലർ പറയുക അവൻ ഉയർത്തെഴുന്നേറ്റു, ചിലർ പറയുക മറ്റെന്തോ സംഭവിച്ചു. ഈ സംഭാഷണം കൊണ്ട് മുറുകിയപ്പോൾ യേശുവിൻ്റെ വിളി അല്പം കട്ടികൂടി. യേശു വിളിക്കുക, ബുദ്ധിഹീനരേ. നമ്മളെ ഇത്തരം വിളിക്കേണ്ട, അതിനു മുമ്പ് അസംബ്ലീസോട് വിട്ടു. മനസ്സിലായില്ലേ? പക്ഷെ വിളിക്കുന്ന യേശു ആണെങ്കിൽ അത് കേൾക്കാൻ മടിക്കണ്ട. അതിനകത്ത് കൊണ്ടൊരു സാന്ത്വനം. പിന്നെ യേശു വിളിച്ചു, ബുദ്ധിഹീനരെ, പ്രവാചകൻ പറഞ്ഞ തിരുവെഴുത്ത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എല്ലാം പറഞ്ഞിട്ട് പറയുക, ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇത്രയും പറഞ്ഞിട്ട് തന്നെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ വചനങ്ങൾ അങ്ങോട്ട് വിശദീകരിക്കുക. വിശദീകരണം ശക്തിപ്പെട്ടു വരിക. ഇത്തരം വിശദീകരണത്തിന് പ്രധാനമായി പോകുന്നത് യെശയ്യാ 53 ഷണ്ണനുമൊക്കെ വായിച്ചതല്ലേ? ആ യെശയ്യാ 53 യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 കൊല്ലം മുമ്പ് യേശു എങ്ങനെ മരിക്കണം, ആരായിരിക്കും അവൻ ഇത്യാദി ചിന്തകളുടെ സമാഹാരമാ. അത് യെശയ്യാ തന്നെ പറയുന്നതല്ലല്ലോ. അങ്ങ് ഉൽപ്പത്തി മുതലുള്ള പ്രവാചക ശ്രേഷ്ഠന്മാർ ഒന്നിനോട് ചേർത്ത് വിളക്ക് ചേർത്ത ചിന്തകളുടെ ഒരു സമന്വയമാ. അതുകൊണ്ട് യെശയ്യാവ് ചോദിക്കുന്നത്, ഞങ്ങൾ അങ്ങ് ഉൽപ്പത്തി മുതൽ ഇവിടെ വരെയുള്ള ഞങ്ങൾ കേൾപ്പിച്ചതേ, ഞങ്ങൾ പഠിപ്പിച്ചതേ, ഞങ്ങൾ പ്രസംഗിച്ചതേ ആർ വിശ്വസിച്ചിരിക്കുന്നു? എന്തൊരാനന്ദമാണെന്നറിയണ്ടേ ആ വചനം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ധരിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖമറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. യഹോവ നമ്മുടെ എല്ലാം അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി. വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. വചനമങ്ങ് തുടരുക. ഒരു മഹാപ്രളയം പോലെ പോവുക. യേശു ഇതങ്ങോട്ട് പറഞ്ഞിട്ടേ അങ്ങോട്ട് വിശദീകരിച്ചു കൊണ്ടിരുന്ന് ഇവരെ ഉള്ളിലെ അവിശ്വാസത്തിൻ്റെ മുഴുവൻ ആ ചാരം അങ്ങോട്ട് കുടഞ്ഞു മാറ്റിയിട്ടേ വിശ്വാസത്തിൻ്റെ താപജ്വാലകൾ ജ്വലിച്ചു വരുന്ന നിലയിലേക്ക് കാര്യം അങ്ങോട്ട് വിശദീകരിച്ച് കുറേ ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ മുമ്പോട്ട് കടന്നു പോകുന്നത് പോലെ ഭാവിച്ചു. മുമ്പേ മന്ദബുദ്ധി എന്ന് വിളികേട്ട കക്ഷി പറയാ, നാഥ പോലെ നേരം വൈകുന്നു, അടിയൻ്റെ വീട്ടിൽ പാർക്കാം, വാ. അതാ വചനം നമുക്ക് തരുന്ന താഴ്മ. വചനം കേൾക്കുന്നതിന് താഴ്മയും വിനയമൊക്കെ വരുന്നേ. ഹല്ലേലൂയ. മുമ്പ് ഇങ്ങനെയൊക്കെ നീ വിളിച്ചാന്നോർത്ത് തിരിച്ച് ഇതുപോലൊരു വിളി കൊടുത്തിട്ട് പോകാം. അതാ നമ്മുടെ പാക. മനസ്സിലായില്ലേ? നാഥ നേരം വൈകുന്നു, ഇന്ന് വീട്ടിലാ പാർക്കാം, വാ. വീട്ടിലേക്ക് വന്നു, ഭക്ഷണം എടുത്തു. ഇവർ പ്രാർത്ഥിക്കുന്നതും ഭക്ഷിക്കുന്നതുമെല്ലാം ഒരേ സ്ഥലത്താണ്. ഭക്ഷണം വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷം. ഇന്നു മുതൽ യഹൂദന്മാരുടെ കൂട്ട് നമ്മളും ജീവിക്കണം എന്ന് കുഞ്ഞുങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് തോന്നില്ലേ? കാരണം ഭക്ഷണം വെച്ചേക്കുന്നു, തൊട്ടടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. വേറൊരു കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം ആദ്യം കഴിക്കേണ്ടത് അതിഥി അല്ല, വീട്ടുകാരാണ്. അവിടുത്തെ രീതി അനുസരിച്ച് അമ്പട എന്തൊരു ഏർപ്പാടാണ്. ഞാൻ സജിപ്പാഷ വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നാൽ സജിപ്പാഷും ഭാര്യയും കുഞ്ഞുങ്ങളും ആദ്യം കഴിക്കും.
പിന്നെ എനിക്ക് ഓർത്തിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ലേ. നമ്മൾ സ്ഥലം വിട്ട് പോയി ചായ കുടിക്കപ്പോഴേക്കും അവരുടെ നാട്ടിൽ അങ്ങനെ. പക്ഷേ വിളമ്പുന്നത് അതിഥി വീട്ടുകാരനാണ്. പേടിക്കണ്ട. ഇതേ ഈ വീട്ടുകാർക്ക് ഒരപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അവർ കഴിച്ചു എന്ന് വരുത്തി തീർക്കുകയുള്ളൂ. എന്നിട്ട് കൈ കഴുകി ശുദ്ധിയാക്കി ഇദ്ദേഹത്തിന് വിളമ്പുക. അദ്ദേഹം ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ ശരിക്കും കഴിക്കുന്നു. ഞങ്ങൾ തൃപ്തരായി എന്ന് പ്രതീകാത്മകമായി ഓർമ്മിപ്പിച്ച് പിൻവാങ്ങലാണ് ഈ ഏർപ്പാട്. യേശു ഈ അപ്പം എടുത്തു, വാഴ്ത്തി നുറുക്കി അങ്ങോട്ട് കൊടുത്തു. കണ്ണടച്ചിരിക്കുന്ന ആളുകൾ കണ്ണ് തുറക്കുമ്പോഴേക്കും അവൻ അപ്രത്യക്ഷനായി. എവിടെയാ അവിടുന്ന്? ഞങ്ങളുടെ കൂടെ വന്ന വ്യക്തി എവിടെ? അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ ആളിന് മനസ്സിലായി. ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ഇന്നൊരു ദർശനം പ്രാപിച്ചേ പോകാവൂ. തിരസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടാൽ ആർക്കും മനസ്സിലാകും. പിറന്നു വീണ ക്രിസ്തുവിനെ കണ്ടാൽ ആളുകൾ ഓടിവരും. ചില നിർണായക ഘട്ടങ്ങളിൽ യേശു നിൻ്റെ അരികിൽ വരും. തിരിച്ചറിയാൻ വലിയ പാടാ. നഗ്നനായി, വിശക്കുന്നവനായി, ഇല്ലായ്മക്കാരനായി, ഒറ്റപ്പെടുന്നവനായി, സംഭാഷണത്തിൽ അതിഥിയായി കൂടെ വരും. അവർ പറയാ, അവൻ നമ്മോട് തിരുവെടുത്ത് വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ഇന്നിവിടുന്ന് പിരിയുമ്പോൾ കേട്ട തിരുവചനം ഉള്ളിൽ കിടന്ന് കത്തണം. വചനം ഉള്ളിൽ ഫലം കായ്ക്കണം. ഒരു കാര്യം ഉറപ്പാ, കേട്ടത് വചനമെങ്കിൽ ആ വചനം രോഗശാന്തിയാ, ആ വചനം വിടുതലാ, അത് മാനസാന്തരമാ. ജീവിതത്തിൽ ഇതുവരെ കടക്കാത്ത അതിജീവനത്തിൻ്റെ ശക്തിയാ ആ വചനം. ആ വചനം കേട്ട് ഗ്രഹിച്ച നമുക്കിന്ന് യേശുവിനെ ഉള്ള അളവിൽ ഉൾക്കൊണ്ട് ജഗത്തിൻ ജീവിതം നയിച്ച് മടങ്ങാൻ സർവശക്തൻ കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കുക, പ്രാർത്ഥിക്കുക, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക. ഒരു വേള പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അകപ്പെട്ടു പോയ ജീവിത ദുരിതത്തിൽ, ഒരുപിടി സംശയത്തിൽ, സന്തോഷമില്ലാത്ത അനുഭവത്തിൽ മുമ്പോട്ട് പോകാനാവാതെ വിഷമിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ യേശു സാന്നിധ്യം നിങ്ങൾക്ക് ഉത്തരമരുളട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു, ഈ കമ്പൗണ്ടിലിരിക്കുന്ന ഭൂരിപക്ഷ ആളുകൾ, ഒരുപക്ഷെ 100% പേരും യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചവരാ. പക്ഷെ ഒരാളെങ്കിലും യേശുവിനെ കൂടാതുണ്ടോ? യേശുവിനെ സ്വീകരിക്കാതുണ്ടോ? നാഥ, കഴിഞ്ഞ രാത്രിയും ഇന്നും ഞങ്ങൾ തിരുവെഴുത്തിനെ കേട്ടു. എനിക്കങ്ങേ സ്വീകരിക്കണം രക്ഷിതാവായി. മഗ്ദലന മറിയെപ്പോലെ, അരിമത്തിലെ യോസഫിനെ പോലെ എൻ്റെ യേശുവിനെ അനുധാവനം ചെയ്യണം. എൻ്റെ പാപത്തിൻ്റെ കടങ്ങൾ ക്ഷമിച്ച് എന്നെ ഒരു ദൈവവൈതലാക്കണം. ഒപ്പം ഞാൻ യേശുവിനെ സ്വീകരിച്ചു, പക്ഷേ ഇതുവരെ സ്നാനമറ്റില്ല. പലയാവർത്തി കേട്ട വചനം എൻ്റെ ഉൾത്തടത്തിൽ പാപബോധം വരുത്തിയെങ്കിലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റിവെച്ചു. സ്നാനപ്പെടാൻ ആരുണ്ട്? ഒരുപക്ഷെ ക്യാമ്പസിന് പുറത്ത് വചനം കേൾക്കുന്നവർക്കിടയിൽ ഈ വചനങ്ങളോട് പ്രതികരിക്കാൻ മനസ്സുള്ള, അത്തരത്തിൽ വിശ്വാസ സ്നാനമേൽക്കാൻ, രക്ഷാനുഭവം പ്രാപിപ്പാൻ ആരുണ്ട്? അവർക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ആരുണ്ട് അവർക്ക് കരമുയർത്താം? ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഒപ്പം മൂന്നാമതൊരു കാര്യം കൂടി, എനിക്ക് ഉറപ്പോടെ യേശുവിൻ്റെ സന്നിധിയിൽ നിൽക്കണം. ഭൗതിക വസ്തുക്കൾക്കപ്പുറത്ത് നിലനിൽക്കുന്ന ദൈവവചനത്തിനായി നിൽക്കണം. യേശുവിനെ പ്രസംഗിക്കണം, യേശുവിനെക്കുറിച്ച് പാടണം. പ്രതിഫലേച്ഛ കൂടാതെ നിത്യതയെക്കുറിച്ചുള്ള ബോധം അതിലൂടെ സഞ്ചരിക്കണം. യേശുവിൻ്റെ പൈതലായി മരിച്ച് യേശുവിൻ്റെ സന്നിധിയിൽ ചേരണം. എനിക്ക് യേശുവിനായി നിൽക്കണം. അചഞ്ചലതയോടെ യേശുവിനെ പ്രസംഗിക്കണം. ആർക്കാഗ്രഹമുണ്ട് യേശുവിനൊപ്പം നിൽക്കാൻ? എൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കണം. മദ്യത്തിൻ്റെ ലഹരിയിൽ, മയക്കുമരുന്നുകളുടെ ലഹരിയിൽ സ്വയം തകർന്ന വീട ഒന്ന് രക്ഷപ്പെടണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശബ്ദപരിധിയിൽ ദൂരത്ത് കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് കരമുയർത്താം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു സാന്നിധ്യം നിങ്ങളിൽ വസിക്കട്ടെ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിച്ച് വേദി കൈമാറുന്നു. സ്വർഗസ്ഥ പിതാവേ, കേട്ട വചനം അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹപ്രദമാക്കണം. ഞങ്ങൾ ഈ ദേശത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട എല്ലാവരുടെയും ഇതേ നിൻ്റെ കാരുണ്യവർഷമുണ്ടാകണം, ശാശ്വത അനുഗ്രഹമുണ്ടാകണം.
കർത്താവ് കേട്ട വചന നിമിത്തം അവർക്ക് രോഗശാന്തി നൽകണം, കുടുംബ സമാധാനം നൽകണം, മദ്യലഹരിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ നിന്ന് ശക്തമായ വിമോചനം നൽകണം. നസ്രയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഈ നാടിനെ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.